പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട നല്ല ഈ പ്രഭാതത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. വെൽക്കം ഓൾ ഓഫ് യു ദിസ് പ്രേഷ്യസ് നെയിം ഓഫ് ലോർഡ് ആൻഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ്. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു വേദവചനം വായിച്ച് ഈ പ്രഭാതത്തിലെ ആത്മീക ആരാധന ആരംഭിക്കാൻ ആഗ്രഹിക്കുകയാണ്. 150 സങ്കീർത്തനം. യഹോവയെ സ്തുതിക്കുവിൻ, അവൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ സ്തുതിക്കുവിൻ, അവൻ്റെ ബലമുള്ള ആകാശവിധാനത്തിൽ അവനെ സ്തുതിക്കുവിൻ, അവൻ്റെ വീര്യപ്രവൃത്തികൾ നിമിത്തം അവനെ സ്തുതിക്കുവിൻ, അവൻ്റെ മഹിമാധിക്യത്തിന് തക്കവണ്ണം അവനെ സ്തുതിക്കുവിൻ, കാഹളനാദത്തോടെ അവനെ സ്തുതിക്കുവിൻ, വീണയോടും കിന്നരത്തോടും കൂടെ അവനെ സ്തുതിക്കുവിൻ, തപ്പിനോടും നൃത്തത്തോടും കൂടെ അവനെ സ്തുതിക്കുവിൻ, തന്ത്രനാദത്തോടും കുഴലിനോടും കൂടെ അവനെ സ്തുതിക്കുവിൻ, അത്യുച്ചനാദമുള്ള കൈത്താളങ്ങളോട് കൂടെ അവനെ സ്തുതിക്കുവിൻ. ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ, യഹോവയെ സ്തുതിക്കുവിൻ. പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനും നിത്യനും നീതിമാനും സർവശക്തനുമായ ഞങ്ങളുടെ നല്ല കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ഈ പകലിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു വിശുദ്ധ പകൽ അങ്ങയെ ആരാധിപ്പാൻ, അങ്ങയ്ക്ക് മഹത്വം കൊടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്കൊരുക്കുന്ന നല്ല അവസരങ്ങൾക്കായി സ്തോത്രം. ഈ പകൽ ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയെ ആരാധിപ്പാൻ സ്വർഗം സഹായിക്കും. നല്ല പാട്ടുകളെ, നല്ല വരികളെ പാടി, നല്ല വചനങ്ങളെ കേട്ട്, നല്ല സാക്ഷ്യങ്ങളെ പറഞ്ഞ്, പ്രബോധനം സ്വീകരിച്ച് ദൈവത്തിലെ സന്തോഷത്തോടെ ആയിരിക്കാൻ സ്വർഗം സഹായിക്കണം. ശുശ്രൂഷകളെല്ലാം അനുഗ്രഹമാക്കി മാറ്റും. മഹത്വമെല്ലാം എൻ്റെ കർത്താവ് എടുക്കും. ഈ പകൽ ഈ ശുശ്രൂഷ കാണുന്ന ആരെങ്കിലും രോഗികളായിട്ടുണ്ടെങ്കിൽ യേശുവിൻ നാമത്തിൽ അവർക്ക് സൗഖ്യമുണ്ടാകട്ടെ. ആരെങ്കിലും ബലഹീനരാണെങ്കിൽ യേശുവെ അങ്ങ് ശക്തിപ്പെടുത്തണമേ. ആരെങ്കിലും ക്ഷീണിതനാണെങ്കിൽ അങ്ങ് ബലപ്പെടുത്തുമാറാകണമേ. ആർക്കെങ്കിലും മാനസികമായ ധൈര്യം, ആത്മീകമായ ധൈര്യം, ശാരീരികമായ ധൈര്യവും ബലവും ആവശ്യമുള്ളവർക്ക് ദൈവം കൃപ കാണിച്ച് ഇടപെടുമാറാകേണ്ടതിനായി, സൗഖ്യത്തെയും ബലത്തെയും പ്രദാനം ചെയ്യേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സിംഹാസനത്തിന് കീഴിൽ ഞങ്ങളായിരിക്കട്ടെ. കൃപയ്ക്കുള്ള ഞങ്ങളെ പൊതിയും സൂക്ഷിക്കും. മഹത്വമെല്ലാം കർത്താവെടുക്കും. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. പാട്ടുകൾ പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. കർത്താവ് നമ്മളെ അതിനായി സഹായിക്കട്ടെ. പ്രൈസ് ഗോഡ്. Praise the Lord. Hallelujah. Hallelujah. എല്ലാ കണ്ണുകളും അടഞ്ഞാട്ടെ. Hallelujah. Thank you Jesus. Thank you Jesus. Oh love you Father. Hallelujah. ഈ നല്ല പകൽക്കാലത്തിനായി കർത്താവിനെ സ്തോത്രം ചെയ്യാം. Hallelujah. ഒരു വലിയ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ മേൽ വ്യാപരിക്കേണ്ടതിനായി കർത്താവിൻ്റെ വലിയ ഒരു പ്രവൃത്തി ഇന്ന് പകൽക്കാലം, ഈ വിശുദ്ധ പകൽക്കാലം നടത്തേണ്ടതിനായി ദൈവം ആഗ്രഹിക്കുന്നത് എന്തോ അത് സംഭവിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് ഞങ്ങൾ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് ഞങ്ങൾ ഇറങ്ങട്ടെ. കർത്താവെ, മാൻ നീർത്തോടിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ എൻ്റെ ആത്മാവ് കർത്താവ് അങ്ങോട്ട് ചെയ്യുവാൻ കാംക്ഷിക്കുന്നു. പരിശുദ്ധനായ കർത്താവ് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഈ വിശുദ്ധ പകൽക്കാലം നമുക്കായി തീരുവാൻ കർത്താവ് സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹത്തെ ഞങ്ങൾ അറിയിക്കുന്നു. ഹല്ലേലൂയ. ബ്ലെസ്സിംഗ് ഏജ് നിങ്ങളെ വെൽക്കം ചെയ്യുന്നു ഈ സൺഡേ സർവീസിലേക്ക്. അമീൻ. ഹല്ലേലൂയ. കണ്ണുകളടച്ച് കർത്താവിനെ നമുക്ക് സ്തുതിച്ച് അമീൻ ചില പാട്ടിൻ്റെ അമീൻ വരികൾ പാടി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ ഹൃദയത്തിൽ കൈകളെല്ലാം വെച്ച് ഒന്നുകൂടെ പാടട്ടെ. ഹല്ലേലൂയ. 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 ആമേൻ.
മഹേശൻ. സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനം മശിഹാ. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ. സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കും സ്വർലോകനാഥനം മശിഹാ. ഹല്ലേലൂയ, 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 നിത്യതാതനു വീരനാം ദൈവം, ഉന്നത ദേവൻ, നീതിയിൻ സൂര്യൻ, രാജാതിരാജന മശിഹാ. അവൻ അത്ഭുതമന്ത്രിയം ദൈവം, നിത്യതാതനു വീരനാം ദൈവം, ഉന്നത ദേവൻ, നീതിയിൻ സൂര്യൻ, രാജാതിരാജനം മശിഹാ. ഹല്ലേലൂയ, 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 എല്ലാ അതിരുകളും ചലിച്ചാട്ടെ. ഓ അളന്നുകൂടാത്ത ദൈവ സാന്നിധ്യം വ്യാപരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഓ we worshiping you Father. ഓ ദൈവത്തിന്റെ സാന്നിധ്യം കർത്താവേ, ഹല്ലേലൂയ, ഞങ്ങളുടെ മേൽ വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഓ വലിയ ഒരു ദൈവ സാന്നിധ്യം, ഓ ഹല്ലേലൂയ, വലിയ ഒരു ദൈവത്തിന്റെ സാന്നിധ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. പേര് മാറ്റുന്ന ദൈവത്തിന്റെ സാന്നിധ്യം, അവസ്ഥകളെ മാറ്റുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ വ്യാപരിക്കട്ടെ കർത്താവേ. സാറാബുകൾ, ഓ ഹല്ലേലൂയ, അങ്ങേ അവൻ രാവും പകലും ഓ ആരാധിക്കുമ്പോൾ ഈ വിശുദ്ധ പകൽക്കാലം ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. വിരവിൽ തൻ പ്രിയ സുതരെ തന്നോടു ചേർപ്പാൻ വേഗം വരുന്നേശു മശിഹാ. കൂടാകൂടി ദൂതസൈന്യവുമായി മേഘരൂഢനായി വരുന്നിതാ വിരവിൽ തൻ പ്രിയ സുതരെ തന്നോടു ചേർപ്പാൻ വേഗം വരുന്നേശു മശിഹാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഹല്ലേലൂയ. ഓ ആമേൻ. ആ വിശുദ്ധനായ ദൈവത്തെ എത്ര പാടിയാലും മതി വരാത്ത ആ പേര് ആമേൻ ഒരു നിമിഷം നമുക്ക് തന്ന കൃപയ്ക്കായി സ്തോത്രം കർത്താവേ. ആമേൻ മനുഷ്യ ആമേൻ ജാതനായി ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ സകലതും വെടിഞ്ഞ് ഈ ലോകത്ത് വന്ന് ഞങ്ങളെ സ്നേഹിച്ച കർത്താവേ, ഞങ്ങളെ വേർതിരിച്ച കർത്താവേ, ഞങ്ങളെ രാജകീയ പുരോഹിത വർഗമായി വിശുദ്ധ വംശമായി സ്വന്തം ജനമായി ഞങ്ങൾ ആദരിച്ച കർത്താവേ, അങ്ങ് ഞങ്ങൾ സ്നേഹിക്കുന്ന കർത്താവേ. ഓ ശലരഥേനിയ രമണംഭേ. ഓ എന്ത് പ്രശ്നങ്ങൾ വന്നാലും കർത്താവേ ഞങ്ങൾ അങ്ങിന്ന് മാറിപ്പോകാതെ, എന്ത് വിഷമങ്ങൾ വന്നാലും ഞങ്ങൾ മാറിപ്പോകാതെ, വൻ വിനകൾ വന്നാലും ആമേൻ ഞങ്ങളുടെ ഹൃദയം വലഞ്ഞാലും ഈ സ്നേഹത്തെ വിട്ട് പോകാതെ ദൈവത്തിലേക്ക് ഞങ്ങൾ പിടിച്ചിരിക്കുവാൻ, ആമേൻ ഞങ്ങളുടെ രക്ഷയെ ഞങ്ങൾ പിടിച്ചിരിക്കുവാൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ ആർക്കും കാണാൻ പറ്റാത്ത വലിയ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്ന കർത്താവേ, ആമേൻ ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം തന്ന കർത്താവേ, ആമേൻ കഴിഞ്ഞ മാസക്കാലം ഞങ്ങളെ പരിപാലിച്ച കർത്താവേ, ഹല്ലേലൂയ. വീട്ടിലായിരിക്കുന്ന എല്ലാവരും, ഭവനത്തിലായിരിക്കുന്ന, ജോലിയിലായിരിക്കുന്ന ആമേൻ കർത്താവേ, ഹല്ലേലൂയ, ഏത് സിറ്റുവേഷൻ ആയിരിക്കുന്ന എല്ലാവരും ദൈവത്തിന്റെ സംരക്ഷണത്തിലേക്ക് ഓ ഞങ്ങൾ ആമേൻ കർത്താവേ, ആമേൻ ഹല്ലേലൂയ, ആ സംരക്ഷണത്തിന്റെ കരത്തിലേക്ക് ഞങ്ങൾ കർത്താവെ കൂട്ടുവരുത്തുന്നു. കർത്താവേ ദൈവ സാന്നിധ്യം കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോർഡ് യേശുവേ, വൻവിനകൾ വന്നിടുകിൽ വലയുകയിൽ എൻ ഹൃദയം, വൻവിനകൾ വന്നിടുകിൽ വലയുകയിൽ എൻ ഹൃദയം, വല്ലഭൻ നീ എന്നഭയം വന്നിടുമോ പിന്നെ ഭയം, വല്ലഭൻ നീ എന്നഭയം വന്നിടുമോ പിന്നെ ഭയം, തന്നുയിരേ പാപികൾക്കായി തന്നവനാം നീയും, തന്നുയിരേ പാപികൾക്കായി തന്നവനാം നീയും, തള്ളിയിടുമോ ഏഴായെന്നെ തീരുമോ നിൻ സ്നേഹമെന്നിൽ, ഓ തള്ളിയിടുമോ ഏഴായെന്നെ തീരുമോ നിൻ സ്നേഹമെന്നിൽ, തിരുക്കരങ്ങൾ തരുന്ന നല്ല ശിക്ഷയിൽ ഞാൻ പതറുകില്ല, തിരുക്കരങ്ങൾ തരുന്ന നല്ല ശിക്ഷയിൽ ഞാൻ പതറുകില്ല. മക്കളെങ്കിൽ മക്കളെങ്കിൽ ശാസനകൾ സ്നേഹത്തിൻ പ്രകാശനങ്ങൾ, മക്കളെങ്കിൽ ശാസനകൾ സ്നേഹത്തിൻ പ്രകാശനങ്ങൾ, ഓ അനുഗ്രഹത്തിൻ ആധിപതിയേ ആനന്ദ കൃപ പെരും നദിയേ, അനുഗ്രഹത്തിൻ ആധിപതിയേ ആനന്ദ കൃപ പെരും നദിയേ, അനുദിനം നിൻ പാദം ഗതിയേ അടിയാനു നിൻ കൃപ
മതിയേ. ചേർന്ന് പാടിയാട്ടെ. അനുദിനം നിൻ പാദം ഗതിയേ, അടിയാനു നിൻ കൃപ മതിയേ. പാരിട പാഴ്മണലിൽ പാർത്തിടും ഞാൻ നിൻ തണലിൽ. ചേർന്ന് പാടിയാട്ടെ. പാരിടമാ പാഴ്മണലിൽ പാർത്തിടും ഞാൻ നിൻ തണലിൽ. മരണദീനം വരുമളവിൽ മറഞ്ഞിടും ഞാൻ നിൻ മാർവിടത്തിൽ. മരണദീനം വരുമളവിൽ അനുഗ്രഹത്തിൻ അധിപതിയേ, ആനന്ദ കൃപ പെരും നദിയേ. ഓ അനുഗ്രഹത്തിൻ അധിപതിയേ, ആനന്ദ കൃപ പെരും നദിയേ. അനുദിനം നിൻ പാദം ഗതിയേ, അടിയാനു നിൻ കൃപ മതിയേ. ശലറുകുനിയ. അനുദിനം നിൻ പാദം ഗതിയേ, ഹോളി സ്പിരിറ്റ്, യാനു നിൻ കൃപ മതിയേ. തന്നുഹിരേ തന്നുഹിരേ പാപികൾക്കായി തന്നവനാം നീനിയും തന്നുയിരേ പാപികൾക്കായി തന്നവനാം നീനിയും. തള്ളിടുമോ ഈ ഏഴയനെ, തീരുമോ നിൻ സ്നേഹമെന്നിൽ. തള്ളിടുമോ ഈ ഏഴയനെ, തീരുമോ നിൻ സ്നേഹമെന്നിൽ. അനുഗ്രഹത്തിൻ അധിപതിയേ, ആനന്ദ കൃപ പെരും നദിയേ. ആനന്ദ കൃപ പെരും നദിയേ. അനുദിനം നിൻ പാദം ഗതിയേ, ഓ അടിയാനു നിൻ കൃപ മതിയേ. ശാലോ. അനുദിനം നിൻ പാദം ഗതിയേ, അടിയാനു നിൻ കൃപ മതിയേ. ഇത്ര നല്ലവനാം പ്രിയനേ, ഇത്തരയിൽ രുചിച്ചറിവാൻ. ഇത്ര നല്ലവനാം പ്രിയനേ, ഇത്തരയിൽ രുചിച്ചറിവാൻ. ഇടയായതിനാൽ ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതിയാ. ഇടയായതിനാൽ ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതിയാ. ഇരുൾ തിങ്ങിടും ഇരുൾ തിങ്ങിടും പാതകളിൽ, കരൾ വിങ്ങിടും വേളകളിൽ, ഇരുൾ തിങ്ങിടും പാതകളിൽ, കരൾ വിങ്ങിടും വേളകളിൽ. അരികിൽ വരുവാൻ കൃപകൾ തരുവാൻ ആരുമില്ലിതുപോലൊരുവൻ. അരികിൽ വരുവാൻ കൃപകൾ തരുവാൻ
ആരുമില്ലിതുപോലൊരുവൻ ഇത്ര നല്ലവനാം പ്രിയനേ. ഇത്തരായിൽ രുചിച്ചറിവാൻ ഇത്ര നല്ലവനാം പ്രിയനേ. ഇത്തരായിൽ രുചിച്ചറിവാൻ ഇടയായതിനാൽ ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതിയാ. ഇടയായതിനാൽ ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതിയാ. ഇനി എനിക്കെന്നും താൻ മതിയാ. ഇനി എനിക്കെന്നും താൻ മതിയാ. ഇനി എനിക്കെന്നും എൻ്റെ യേശു മതിയാ. വലിയ ഒരു ദൈവ സാന്നിധ്യം, ഒരു വലിയ ദൈവ സാന്നിധ്യം. ഓ ഹല്ലേലൂയ. ആമേൻ. കലത്തിലെ മാവ് തീരാതെ വണ്ണം, ഓ എണ്ണ തീരാതെ വണ്ണം പരിപാലിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം. ഓ ഓ ലോകം മൊത്തം ദൈവ സാന്നിധ്യം വ്യാപരിച്ചുകൊണ്ടിരിക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. Everywhere the presence of God will abundance. കർത്താവേ, ഞങ്ങളുടെ പ്രസൻസ് ആമേൻ ആയിരിക്കട്ടെ, ദൈവ സാന്നിധ്യത്തിലായിരിക്കട്ടെ. ഓ ശബ്ദേരിക തലകടക റോഷോകോസിയ. ഓ തിരുവചനം ഇങ്ങനെ പറയുന്നു, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതില്ല. ഈ എളിയവ നിലവിളിച്ച് യഹോവ കേട്ടു. എങ്കിൽ ഇന്ന് നമ്മൾ ദൈവത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ലജ്ജിച്ചു പോകാതെ പ്രകാശിതരായി തീരുവാനായി ആ ദൈവ സാന്നിധ്യത്തിലേക്ക് നമ്മളെ ഒരിക്കൽ കൂടെ, ആ ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് ഒരിക്കൽ കൂടെ ആമേ ആ കർത്താവിനെ ഒരിക്കൽ കൂടെ രുചിച്ചറിയേണ്ടതിനായി ആമേ ഹല്ലേലൂയ പാട്ടിന്റെ വരികൾ പാടുന്നത് പോലെ ആമേ ഹല്ലേലൂയ. ഓ ദേവന്മാരിൽ ഹല്ലേലൂയ തുല്യനായ കർത്താവിനെ, യേശുവെ പോലാരുമില്ല, എൻ്റെ യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, എൻ്റെ യേശുവെ പോലാരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ. പാട്ടിന്റെ വരികൾ ചേർന്ന് കരങ്ങളെ അടിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഓ ശാരദേ, യേശുവെ പോലാരുമില്ല, എൻ്റെ യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, എൻ്റെ യേശുവെ പോലാരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും തുല്യനായ, സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ കർത്താവേ, ദേവന്മാരിൽ നിനക്കു തുല്യനായ, സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ കർത്താവേ, ദേവന്മാരിൽ നിനക്കു തുല്യനായ, സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ. യേശുവെ പോലാരുമില്ല, എൻ്റെ യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, എൻ്റെ പോലാരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ, സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ. പാപത്തിൻ കറകൾ പോക്കാൻ പാവന രക്തം ചിന്തി, പാപത്തിൻ കറകൾ പോക്കാൻ പാവന രക്തം ചിന്തി. അങ്ങെപ്പോലെ ആരുമില്ല യാഗമായി തീർന്നവരെ, അങ്ങെപ്പോലെ ആരുമില്ല യാഗമായി തീർന്നവരെ. സന്തോഷത്തോടെ യേശുവെ പോലാരുമില്ല, എൻ്റെ യേശുവെ പോലാരുമില്ല,
യേശുവെ പോലാരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ, സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ. ദൂതന്മാരിൽ ഭോജനത്താൽ നീ തൻ ജനത്തെ പോഷിപ്പിച്ചു. ദൂതന്മാരിൽ ഭോജനത്താൽ നീ തൻ ജനത്തെ പോഷിപ്പിച്ചു. അങ്ങെപ്പോലെ ആരുമില്ല നിൻ ജനത്തെ സ്നേഹിച്ചില്ല. അങ്ങെപ്പോലെ ആരുമില്ല നിൻ ജനത്തെ സ്നേഹിച്ചില്ല. അതുകൊണ്ട് ചേർന്ന് യേശുവെ പോലെ ആരുമില്ല. എന്റെ യേശുവെ പോലെ ആരുമില്ല. യേശുവെ പോലെ ആരുമില്ല. എന്റെ യേശുവെ പോലെ ആരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ, സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ കർത്താവേ, ദേവന്മാരിൽ നിനക്കു തുല്യനായ, സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ കർത്താവേ, ദേവന്മാരിൽ നിനക്കു തുല്യനായ, സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ. ഓ യേശുവെ പോലാരുമില്ല. എന്റെ യേശുവെ പോലാരുമില്ല. യേശുവെ പോലാരുമില്ല. എന്റെ യേശുവെ പോലാരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ, സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ. യേശുവെ പോലാരുമില്ല. എന്റെ യേശുവെ പോലാരുമില്ല. യേശുവെ പോലാരുമില്ല. എന്റെ യേശുവെ പോലാരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ, സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ. ഓ യേശുവെ പോലാരുമില്ല. എന്റെ യേശുവെ പോലാരുമില്ല. യേശുവെ പോലാരുമില്ല. എന്റെ യേശുവെ പോലാരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ, സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ, സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ, സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ. ഓ യേശുവെ പോലാരുമില്ല. എന്റെ യേശുവെ പോലാരുമില്ല. യേശുവെ പോലാരുമില്ല. എന്റെ യേശുവെ പോലാരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ, സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ. ഓ ഹല്ലേലൂയ. ശാന്തേരിക ശബ്ദനവൈടവണ നിഗതല ഘടകശാഹസേരം ധാനേകശോ ദേരിവശോ പ്രധാനം ദേ ചൂടാവശേരം ദേ വൈടം ശാനം ദേഗം ദീപം ദീപാവശം ധനവൈടമരം തകലേ കുർവം ശിഖതേ നിഗതാരികതേ നിഗതല ഘടകാറാക്കം ശേഖം ശോഭോക്തി ദീപശാലം ദേരം ദേരികൾ ഘടകശബ്ദനവ നിഗതല ഘടകശാഹസേരാകം ദേരം ശാരീവാരാവ ചൂടാവാവ ശബ്ദം ഘടക ദീപാവശേരോകം ദേവം ഭാവം. ഓ ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം. ഓ the presence of God. There is no one else like you, God. ഓ യേശുവെ പോലെ ആരുമില്ല. യേശുവെ പോലെ
சூழ்நிலை மாறுமே, முடியாததும் சாத்தியமாகுமே. நீர் வந்தால் சூழ்நிலை மாறுமே, முடியாததும் சாத்தியமாகுமே. நிறவே நீர் வாருமே, நிறவே நீர் வேண்டுமே, நிறவே நீர் போதுமே. ஆவியானவரே நிறவே நீர் வாருமே, நிறவே நீர் போதுமே, நிறவே நீர் வேணுமே. ആവിയാനവരേ. കർത്താവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, Your presence is higher than any other thoughts. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം മറ്റു ചിന്തകളെക്കാൾ അതീതമാണ്. കർത്താവേ, ഹല്ലേലൂയ, അങ്ങയുടെ സാന്നിധ്യം, ആമേൻ, ഹല്ലേലൂയ, അങ്ങയുടെ ഒരു പ്രസൻസ് കർത്താവേ വന്നു കഴിഞ്ഞപ്പോൾ, ഹല്ലേലൂയ, ഫറവോന്റെ സൈന്യം, ആമേൻ, ആമേൻ, കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, വീണുപോയെങ്കിൽ കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം വന്നു കഴിഞ്ഞപ്പോൾ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, യോശുവ യുദ്ധത്തിൽ ജയിച്ചെങ്കിൽ കർത്താവേ, ഹല്ലേലൂയ, അങ്ങയുടെ സാന്നിധ്യം വന്നപ്പോൾ, ഹല്ലേലൂയ, കുഷ്ഠരോഗി സൗഖ്യമായെങ്കിൽ കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം വന്നപ്പോൾ, ആമേൻ, ഹല്ലേലൂയ, പിറവിൽ കുരുടാനായിരുന്നവന് കാഴ്ച ലഭിച്ചെങ്കിൽ കർത്താവേ, ഹല്ലേലൂയ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളെ മാറ്റുവാൻ ശക്തനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളെ അവസ്ഥകളെ മാറ്റുന്ന സാന്നിധ്യമായതുകൊണ്ട് അങ്ങയുടെ സാന്നിധ്യം അവൻ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുവാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്ന കർത്താവേ. ആമേൻ. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് ആമേൻ പകൽക്കാലം ആമേൻ ഇറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല നന്മകൾക്കുമായി ഞങ്ങൾ അങ്ങയെ സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. Thank you, Christopher, for the wonderful leading for this morning. Hallelujah. I hope all of you enjoyed the songs and the worship. എല്ലാവരും ആരാധനയിൽ സന്തോഷിച്ചു, ആരാധനയിൽ കർത്താവിനെ ആരാധിച്ചു. ആരാധന ലീഡ് ചെയ്ത കർത്താവിൻ്റെ ദാസന്മാരായ പാസ്റ്റർ ഡെന്നിയോടും ക്രിസ്റ്റോയോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ, കർത്താവ് മാനിക്കട്ടെ. നമുക്കെല്ലാവർക്കും അല്പസമയം കർത്താവിൻ്റെ വചനത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. അതിനു മുൻപായി, വചനത്തിലേക്ക് കടന്നു പോകുന്നതിന് മുൻപായി ഒരു കാര്യം ദൈവസഭയോട് പറയാൻ ആഗ്രഹിക്കുന്നു, ദൈവജനത്തോട് പറയാൻ ആഗ്രഹിക്കുന്നു. എന്നെ ശ്രവിക്കുന്ന ആരെങ്കിലും ഈ പകൽ ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങളോട് ഒരു വാർത്ത പറയാൻ ആഗ്രഹിക്കുകയാണ്. ഏതെങ്കിലും വിധത്തിലുള്ള ഭാരങ്ങളാലോ വേദനകളാലോ രോഗത്താലോ ഭാരപ്പെടുന്ന ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് താഴെ കാണുന്ന ഞങ്ങളുടെ ഫോൺ നമ്പറിൽ വിളിച്ച് മെസ്സേജായിട്ടോ ഫോൺ കോളിൽ കൂടിയോ ഞങ്ങളെ വിളിച്ചറിയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ആ വിഷയത്തിന് വേണ്ടി ഉറപ്പായും ആ വിഷയത്തിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളുടെ ഈ പ്രധാനപ്പെട്ട ഈ മീഡിയയിൽ കൂടി നിങ്ങൾ വന്ന് സന്ദർശിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ റെഡിയാണ്. നിങ്ങൾ ഏത് ദേശത്തായിരുന്നാലും ഏത് ഭാഷക്കാരാണെങ്കിലും പ്ലീസ് കോൾ us, whichever language, whichever places you are from, please call us and we are here to pray for you. സഹോദരന്മാരൊരു കൂട്ടം സഹോദരന്മാർ എല്ലാ ദിവസവും വൈകിട്ട് പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്നു. സഹോദരിമാരെല്ലാ ദിവസവും ഒരു കൂട്ടം പ്രാർത്ഥനയിൽ ഫോൺ വഴിയായി സഹോദരിമാർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു. അത് ദൈവസഭയ്ക്ക് വലിയൊരു അനുഗ്രഹമാണ്. ബ്ലെസ്സിങ്സ് അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ റെഡിയാണെന്നുള്ള സന്തോഷ വാർത്ത ഈ പകൽക്കാലം നിങ്ങളെ അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഏത് പ്രശ്നത്തിനും പരിഹാരമായി കർത്താവുണ്ട്. നിങ്ങളുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം കർത്താവ് ഒരുക്കുന്നതിൽ യാതൊരു തർക്കവുമില്ല. കർത്താവ് പരിഹാരം ഒരുക്കിയിരിക്കും. ദൈവത്തിന് സ്തോത്രം. അനേക അനുഭവങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്, ഞങ്ങളുടെ മുൻപിലുണ്ട്. അതിനായ എല്ലാ മഹത്വവും കർത്താവിന് കൊടുക്കുകയാണ്. ഒരു മനുഷ്യൻ്റെ നാമത്തെ ഉയർത്തുവാനോ ഒരു വ്യക്തിയെ ഉയർത്തുവാനോ ഒന്നുമല്ല, യേശുവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ദൈവം നമുക്ക് നല്ല അവസരങ്ങൾക്കായി സ്തോത്രം. ലെറ്റ് us build the church of God. ദൈവത്തിൻ്റെ സഭയെ നമുക്ക് ഒരുമിച്ച് പണിയാൻ കർത്താവ് കൃപ തരുമാറാകട്ടെ. നമ്മളിവിടെ ആയിരിക്കുന്നതും ഞങ്ങൾ ബാംഗ്ലൂരിൻ്റെ പട്ടണത്തിൽ കർത്താവിൻ്റെ വേലയോടനുബന്ധത്തിൽ ഇവിടെ ആയിരിക്കുന്നെല്ലാം ദൈവസഭ പണിയുവാനാണ്. നിങ്ങൾ ഏത് ദേശത്തിരുന്ന് നിങ്ങളുടെ വിഷയങ്ങൾ വിളിച്ചു പറഞ്ഞാലും ഞങ്ങൾ ആ വിഷയങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കാൻ റെഡിയാണ്. ദൈവമക്കൾ ആ വിഷയങ്ങളെ ദൈവമായി ഓർപ്പിക്കുക. ദൈവസഭ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. ദൈവസഭയിൽ ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിനകത്ത് ഞങ്ങൾ ആ പ്രാർത്ഥന റിക്വസ്റ്റ്യങ്ങൾ ഇടുകയും ആ പ്രാർത്ഥന വിഷയങ്ങൾക്ക് വേണ്ടി സഭയായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ.
ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല പകലിൽ കർത്താവ് നമുക്ക് നല്ലൊരു വചനം നൽകിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാനൊരു മെസ്സേജ് ബുക്ക് കർത്താവിൻ്റെ കൃപയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അനേകം കർത്താവിനോട് സംസാരിക്കുന്ന വചനങ്ങളൊക്കെ നിങ്ങളോട് സംസാരിപ്പാൻ, പല വിധത്തിൽ പല സമയങ്ങളിൽ സംസാരിപ്പാൻ ദൈവത്തിൻ്റെ കൃപയനുസരിച്ച് കർത്താവ് കൃപ തന്നിട്ടുണ്ട്. എന്നാൽ ഈ പകൽ ഞാൻ ശുശ്രൂഷിപ്പാൻ ആഗ്രഹിക്കുന്നത്, കഴിഞ്ഞ ദിവസം ഞാൻ ബൈബിൾ സ്കൂളിൽ കർത്താവിൻ്റെ കൃപയിൽ ഞങ്ങൾക്ക് വില്ലേജിൽ നിന്ന് കുറച്ച് സ്റ്റുഡൻസിനെ കൊണ്ടുവന്ന് ഞങ്ങൾ കർത്താവിൻ്റെ വചനത്തിനുള്ള ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെ ഞങ്ങളൊരു സ്ഥലത്ത് കർത്താവ് ഞങ്ങൾക്ക് അവസരങ്ങൾ കർത്താവ് ഒരുക്കി. പ്രത്യേകമായ ശുശ്രൂഷ നിങ്ങളും പ്രാർത്ഥിക്കണമെന്ന് ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു. ബൈബിൾ സ്കൂളിൽ കടന്ന സ്റ്റുഡൻസിനെ അവർക്ക് ഈ ലോക്ക്ഡൗണൊക്കെ സമയമായതുകൊണ്ട് അല്പസമയം ക്ലാസ് എടുക്കുവാൻ ദൈവം ഒരു കൃപ നൽകി. ആ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ ദൈവനോട് സംസാരിച്ച് ഒന്ന് രണ്ട് വിഷയങ്ങൾ അതിനോട് ചേർന്ന് ഒരു മെസ്സേജ് ദൈവസഭയോട് പറയുവാൻ ഇന്ന് പകൽ ദൈവാത്മാവിൽ ആശ്രയിക്കുന്നു. കർത്താവ് സംസാരിക്കും. ആമേൻ, ഹല്ലേലൂയ. കർത്താവ് സംസാരിക്കുമെന്ന് വിശ്വസിക്കുന്നവർ മാത്രം ചേർന്ന് കർത്താവിന് കരങ്ങൾ ഉയർത്തി ഒരു സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഐ ബിലീവ് യു ഓൾ ഓഫ് യുവർ റേസ് യുവർ ഹാൻഡ്. നിങ്ങളുടെ കരങ്ങളൊക്കെ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തി ഞാൻ വിശ്വസിക്കുന്നു. ബിലീവ് ഇറ്റ്, ഗോഡ് ഈസ് ഗോയിങ് ടു സ്പീക്ക് ടു യു ടുഡേ. ദൈവം ഇന്ന് പകൽ നമ്മളോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പ്രധാനമായും നിങ്ങളോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ദൈവം നിങ്ങളോട് ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ ചിന്തകൾ, ദൈവത്തിൻ്റെ ഇഷ്ടം നിങ്ങളോട് അറിയിക്കുവാൻ, ദൈവത്തിൻ്റെ ഹൃദയം നിങ്ങളുടെ മുമ്പിൽ തുറക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് പ്രാർത്ഥന എന്നുള്ള വിഷയമാണ്. പ്രയർ എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് ഐ എം ഗോയിങ് ടു ഡിസ്കസ്. ഐ എം ഗോയിങ് ടു പ്രേ. ഐ എം ഗോയിങ് ടു ടോക്ക് അബൌട്ട് പ്രയർ. പ്രാർത്ഥന എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് പകൽക്കാലം നിങ്ങളോട് ശുശ്രൂഷിപ്പാൻ ആഗ്രഹിക്കുന്നത്. അതിനു മുൻപായി നമുക്ക് കണ്ണുകളെ അടച്ച് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം, കർത്താവിനോടൊന്ന് ചോദിക്കാം, നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് തുറക്കാം. ഹല്ലേലൂയ. അതിനു മുൻപായി നമ്മുടെ അന്തരീക്ഷങ്ങളൊക്കെ ഒന്ന് ക്രമീകരിക്കാം, ഭവനത്തിൻ്റെ അന്തരീക്ഷങ്ങളെ ഒന്ന് ക്രമീകരിക്കാം. കുഞ്ഞുങ്ങൾ ഓടി നടക്കുമ്പോഴൊക്കെ നമുക്ക് പലപ്പോഴും ഡിസ്റ്റർബൻസ് ഒക്കെ ആകണം. എന്നാൽ ഇതൊരു ആരാധനയായി കണ്ടുകൊണ്ട് ഈ വചനം മുൻപാകെയായിരിക്കും. ഒരു നിമിഷം പ്രാർത്ഥിക്കുക. കരുണയുള്ള ദൈവമേ, ഈ പകൽ ഞങ്ങൾ കേൾക്കപ്പെടാൻ പോകുന്ന വചനങ്ങൾ ഞങ്ങളുടെ ആത്മീക ജീവിതത്തിന് വലിയൊരു അനുഗ്രഹമാക്കി കർത്താവ് മാറ്റേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും ഭാരത്തോടെ, ഏതെങ്കിലും വിഷമത്തോടെ ഇന്ന് പകൽ എന്നെ ശ്രവിക്കുന്ന ആരെങ്കിലും കർത്താവ് ഉണ്ടെങ്കിൽ ഈ പകൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ആ വിഷയത്തിൽ മേലൊരു പരിഹാരത്തെ കർത്താവ് ഒരുക്കണമേ. ആരെങ്കിലും രോഗികളായിട്ടുണ്ടെങ്കിൽ ഈ പകൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ സൗഖ്യമാക്കുന്ന കരം ഈ പകൽ ആ വേദനയുള്ള ഭാഗത്ത് അങ്ങ് തൊട്ട് സൗഖ്യമാക്കേണ്ടതിനായി ഈ പകൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും കിടക്കയിൽ കിടന്നുകൊണ്ട് ഞങ്ങളുടെ ഈ യൂട്യൂബ് കാണുന്ന കർത്താവേ, ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ, ആ കിടക്കയിൽ നിന്ന് തന്നെ എഴുന്നേൽക്കുമാറാകട്ടെ. യേശുവിൻ നാമത്തിൽ കിടക്കയിൽ തന്നെ എഴുന്നേൽക്കുമാറാകട്ടെ. തൻ്റെ സകല നാഡീ നരമ്പുകളുടെ മേലും യേശുവിൻ്റെ സൗഖ്യം വെളിപ്പെടട്ടെ എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തവും യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയും ആ വ്യക്തിയുടെ മേൽ ഈ പകൽ ചലിക്കട്ടെ, അത് ശക്തിയോടെ ചലിക്കട്ടെ എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്തോത്രം. സ്വർഗമേ, കരുണ കാണിക്കുമാറാകണമേ. ആ കർത്താവ് വ്യക്തിയോട് കരുണ കാണിക്കുമാറാകണമേ. ആ കർത്താവെ, ആ രോഗിയായി കിടക്കുന്ന വ്യക്തിയുടെ മേൽ ഞങ്ങളുടെ കരം വയ്ക്കുമാറാകണമേ. കർത്താവ്, ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അങ്ങനെ ചെയ്യേണ്ടതിനായി അത് ഏത് ദേശത്തിരുന്ന് കണ്ടാലും കർത്താവ്, ഏത് ലാംഗ്വേജിലുള്ളവരാണെങ്കിലും ഈ പകൽ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ വിശുദ്ധ കരങ്ങൾ വെച്ച് ആ കർത്താവ് വ്യക്തിയുടെ മേൽ ഞങ്ങൾ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഒരു സൗഖ്യം അവിടെ നടക്കട്ടെ എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പത്രോസിൻ്റെ കർത്താവ് അമ്മാവിയമ്മയുടെ കരങ്ങളിൽ പിടിച്ച് കർത്താവ് യേശു തൊട്ടപ്പോൾ തന്നെ ആ പനി വിട്ടുമാറി എന്ന് ഞങ്ങൾ വചനത്തിൽ വായിക്കുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ കർത്താവ്, ആരെങ്കിലും ഈ പകൽ ഞങ്ങളെ ശ്രവിക്കുന്നുണ്ടെങ്കിൽ ഭാരത്തോടെ, വേദനയോടെ, ശരീരവേദനയോടെ, മാനസിക വേദനയോടെ, കർത്താവ് ക്ഷീണിതരായി, ബലഹീനരായി, പാപത്തിന് അടിമപ്പെട്ട്, ജീവിതത്തിൻ്റെ ലക്ഷ്യം കാണാതെ വണ്ണം, കുടുംബത്തിൽ എന്ത് സംഭവിച്ചെന്നറിയാതെ വണ്ണം, ഭാവി എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകണം എന്നറിയാതെ വണ്ണം ആരെങ്കിലും ഭാരപ്പെട്ട് ഈ പകൽക്കാലം എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ, ഈ പകൽ അങ്ങയുടെ ശക്തി വെളിപ്പെടുത്തണമേ എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ പകൽ ഞങ്ങൾ ഒരുമിച്ച് സഭയായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. എന്നോടുള്ള പ്രാർത്ഥിക്കുന്ന സകല ദൈവമക്കളെയും യേശുവിൻ്റെ രക്തത്തിൻ്റെ കോട്ടയ്ക്കുള്ളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അത്ഭുത സൗഖ്യവും ആരോഗ്യവും കൊടുക്കുമാറാകണമേ. കർത്താവെ, ആരെങ്കിലും ഞങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കർത്താവെ സ്തോത്രം. കർത്താവെ, പ്രായമുള്ളവർക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഹല്ലേലൂയ. അവരെ ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. അവരുടെ നാഡീ നരമ്പുകൾക്കെല്ലാം ജീവനും ആരോഗ്യവും കർത്താവ് കൊടുക്കണമേ എന്ന് അടിയങ്ങൾ ഒരുമിച്ച് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്വർഗമേ, മോശയ്ക്ക് 120 വർഷം വരെ ജീവിപ്പാൻ ആയുസ്സും ആരോഗ്യവും കൊടുത്ത യഹോവയാം ദൈവം അങ്ങാണല്ലോ. ഇന്ന് പകൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. യഹോവേ, അങ്ങ് ആരോഗ്യത്തെ കൊടുക്കേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആരെങ്കിലും വിദ്യാഭ്യാസത്തിന് വേണ്ടി ഭാരപ്പെടുന്നവരാണ്
എന്താണെങ്കിൽ, മുൻപോട്ടുള്ള ഭാവി എന്തായിത്തീരും, കുഞ്ഞുങ്ങളുടെ ഭാവി എന്തായിത്തീരും എന്നുള്ള ഭാരത്തോടെ ആരെങ്കിലും ഇന്ന് പകൽക്കാലം കർത്താവ് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, ഈ പകൽക്കാലം അവർക്ക് വേണ്ടിയും അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി എല്ലാം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുത വഴി തുറക്കട്ടെ, യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കട്ടെ എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്വർഗം അങ്ങനെ ചെയ്യണമേ എന്ന് അടിയങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൂരദേശങ്ങളിലായിരിക്കുന്ന കർത്താവെ, ഹല്ലേലൂയ, സഹോദരങ്ങളെ കാണാതെ വണ്ണം, ചാർച്ചക്കാരെ കാണാതെ വണ്ണം ദൂരദേശങ്ങളിൽ ആരെങ്കിലും കർത്താവെ ഇന്ന് പകൽക്കാലമുണ്ടെങ്കിൽ അവരെ ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്വർഗമേ, ഉറ്റവരെയും ഉടയവരെയും കാണാതെ വണ്ണം ദൂരദേശങ്ങളിൽ ജോലി ചെയ്യുന്ന കർത്താവ്, അന്യദേശങ്ങളിൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന എല്ലാ വിശുദ്ധന്മാരെ, എല്ലാ ദൈവമക്കളെയും, അതുമാത്രം എല്ലാ വ്യക്തികളെയും അപ്പാങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗമേ, കരുണ കാണിക്കേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ, നല്ലൊരു വരുമാനമല്ലാതെ ഭാരപ്പെടുന്നവർ, കടഭാരത്താൽ ബുദ്ധിമുട്ടുന്നവർ, സാമ്പത്തിക ബാധ്യത കൊണ്ട് മുൻപോട്ട് ജീവിതം നയിക്കാതെ വണ്ണം ഭാരപ്പെടുന്ന ആരെങ്കിലും കർത്താവിൻ്റെ പകൽക്കാലം പ്രാർത്ഥന കേൾക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ മേൽ ദൈവത്തിൻ്റെ ആത്മീക ആരോഗ്യം, ദൈവത്തിൻ്റെ സാമ്പത്തിക ആരോഗ്യം അവരുടെ മേൽ ഇറങ്ങേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പൂർവ്വകാലത്തിന് സമ്പത്തിനുടമയായവൻ ഈ പകൽ അവർക്ക് വേണ്ടി പ്രവർത്തിക്കണമേ എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, ഉത്തരമരുളണമേ. ദയതോന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, ഉത്തരമരുളണമേ. പ്രാർത്ഥിച്ചാട്ട് എന്നോട് അല്പസമയം, എന്നെ കേൾക്കുന്ന ദൈവമക്കൾ എന്നോട് അല്പസമയം പ്രാർത്ഥിച്ചാട്ട്, ആരെങ്കിലും ഭാവിയെക്കുറിച്ച് വേവലാതിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം എന്നോട് അല്പസമയം പ്രാർത്ഥിക്കുക. കർത്താവേ, സ്തോത്രം. പ്രാർത്ഥന കേൾക്കണമേ, പ്രാർത്ഥന കേൾക്കണമേ, പ്രാർത്ഥന കേൾക്കണമേ, പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ. അടിയങ്ങളുടെ നിലവിളി കേൾക്കണമേ കർത്താവേ, കണ്ണുനീരിനെ കാണണമേ കർത്താവേ, വിഷയത്തിന്മേൽ തൊടണമേ കർത്താവേ. ഹല്ലേലൂയ. എൻ്റെ യേശു അങ്ങ് തൊടുമാറാകണമേ, എൻ്റെ കർത്താവ് അങ്ങ് തൊടുമാറാകണമേ, ഹൃദയത്തിൻ്റെ കണ്ണുകളെ തുറക്കുമാറാകണമേ. ആരെങ്കിലും പാപ വഴിയിൽ ജീവിക്കുന്നവരുണ്ടെങ്കിൽ, മദ്യത്തിനും മയക്കുമരുന്നിന് അടിമപ്പെട്ട ആരെങ്കിലും കർത്താവേ ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ കൂട്ടത്തിലോ ഞങ്ങളുടെ തലമുറകൾക്കുള്ളിലോ കർത്താവ്, ഞങ്ങളുടെ ദേശത്തിലോ ഞങ്ങളുടെ ബന്ധുമിത്രങ്ങളുടെ ഇടയിലോ കർത്താവ്, ഞങ്ങളുടെ വേണ്ടപ്പെട്ടവരുടെ ഇടയിലോ ഞങ്ങളുടെ ചാർച്ചക്കാരുടെ ഇടയിലോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു അത്ഭുത വിടുതൽ ഈ പകൽ സംഭവിക്കേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. മാനുഷിക വേദനയോടെ, ഭാരത്തോടെ ആരെങ്കിലും ഇന്ന് പകൽക്കാലം കർത്താവേ അടിയനോട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, ഏത് വിഷയമാണെങ്കിലും ആ വിഷയത്തിന്മേൽ യഹോവയുടെ കരം വെളിപ്പെടണമേ എന്നടി ഞങ്ങൾ ഒരുമിച്ച് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. യഹോവേ, യഹോവേ, ഇസ്രായേലിൻ്റെ ദൈവമായവനെ, അബ്രഹാമിൻ്റെ, ഇസ്ഹാക്കിൻ്റെ, യാക്കോബിൻ്റെ ദൈവമായവനെ, ഞങ്ങളുടെ നിലവിളി കേൾക്കണമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, ഞങ്ങളുടെ നിലവിളി കേൾക്കണമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. യേശുവിൻ നാമത്തിൽ ആ വിഷയത്തിനെല്ലാം സൗഖ്യവും വിടുതലും ഉണ്ടാകട്ടെ, ഉണ്ടാകട്ടെ, ഉണ്ടാകട്ടെ. ആ വിഷയത്തിന്മേലെല്ലാം സൗഖ്യം നടക്കട്ടെ, സൗഖ്യം നടക്കട്ടെ, സൗഖ്യം നടക്കട്ടെ. സ്വർഗം അങ്ങനെ ചെയ്തതിനായി സ്തോത്രം. വിടുതൽ നടക്കട്ടെ, കുടുംബത്തിനകത്ത് ദൈവിക സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ. കുഞ്ഞുങ്ങളും പപ്പായും മമ്മിയും ചേർന്നിരുന്ന് ദൈവത്തെ സന്തോഷിക്കുന്ന ദിവസങ്ങൾ ഉണ്ടാകട്ടെ, ദൈവത്തിൽ ആനന്ദിക്കുന്ന ദിവസങ്ങൾ ഉണ്ടാകട്ടെ, യേശുവിൻ നാമത്തിൽ ഉണ്ടാകട്ടെ. അസമാധാനത്തെ കൊണ്ടിടുന്ന എല്ലാ ദുഷ്ടക്രിയകളെയും യേശുവിൻ നാമത്തിൽ ശാസിക്കുന്നു. എല്ലാ ദുരാത്മാവിന് മേലും ഇന്ന് രാത്രി സ്വർഗീയ തീയെ ഞാൻ അയക്കുകയാണ്. എല്ലാ ദുഷ്ട ആധിപത്യങ്ങളുടെ മേൽ ഞാൻ സ്വർഗീയ തീയെ ഞാൻ അയക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. സ്വരച്ചേർച്ചയില്ലാതെ വണ്ണം, മാനസിക ചേർച്ചയില്ലാതെ വണ്ണം ഭിന്നതയിലായിരിക്കുന്ന കുടുംബങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കരമിറങ്ങേണ്ടതിനായി ഈ പകൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അങ്ങനെ ചെയ്യണമേ. മാനവജാതിയുടെ പ്രശ്നങ്ങളെ മുഴുവൻ കർത്താവിൻ്റെ കരങ്ങളിലെടുത്ത് ക്രൂശിന്മേലങ്ങ് യാഗമായ നസ്രനായ യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ കർത്താവ് ഇന്ന് പകൽക്കാലം ഒരു ഡീമനെ ഞങ്ങൾ അനുവദിക്കുകയില്ല, ഒരു കുടുംബത്തിൽ പോലും പ്രവർത്തിക്കുവാൻ ഞങ്ങൾ ഡീമനെയും അനുവദിക്കുകയില്ല. വി സെൻഡ് ദ ഫയർ ഓഫ് ഗോഡ്. സ്വർഗത്തിൻ്റെ തീയെ ഈ പകൽ ഞങ്ങൾ അയക്കുന്നു. സ്വർഗത്തിൻ്റെ തീയ് ഈ പകൽ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം, 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 സ്തോത്രം. മഹത്വമെല്ലാം കർത്താവ് എടുക്കും. അത്ഭുതങ്ങൾ ചെയ്തതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. വിശ്വസിക്കുന്നതിനോട് ചേർന്ന് ആമേൻ പറഞ്ഞാട്ട്, ആമേൻ. സന്തോഷത്തോടെ ആമേൻ പറഞ്ഞാട്ട്, ആമേൻ. ഹല്ലേലൂയ. ബലത്തോടെ ആമേൻ പറഞ്ഞാട്ട്, ആമേൻ, ആമേൻ. ധൈര്യത്തോടെ ആമേൻ പറഞ്ഞാട്ട്, ആമേൻ, ആമേൻ. വിശ്വസിക്കുന്നതിന് വിശ്വാസത്തോടെ ആമേൻ പറഞ്ഞാട്ട്, ആ വിശുദ്ധ ദൈവം പ്രവർത്തിക്കുന്നത് വിശ്വസിച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലം കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പറഞ്ഞാട്ട്, ആമേൻ, ആമേൻ. കർത്താവ്, എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാനത് വിശ്വസിക്കുന്നു, എൻ്റെ തലമുറകൾക്ക് വേണ്ടി ഞാനത് വിശ്വസിക്കുന്നു, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി, എൻ്റെ ഭർത്താവിനോട് ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ കുടുംബത്തിൻ്റെ സാമ്പത്തിക നന്മകൾക്ക് വേണ്ടി, വിടുതലിന് വേണ്ടി ഞാൻ വിശ്വസിക്കുന്നു, ആത്മീക വളർച്ചയ്ക്കും ആത്മീക ഉന്നമനത്തിനും വേണ്ടി ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഈ പകൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാനിടയായി തരും. ദൈവം അത്ഭുതങ്ങൾ ചെയ്യുവാനിടയായി തരും. ബിലീവ് മീ. എന്നോട് വിശ്വസിച്ചാട്ട് ദൈവം ഈ പകൽ അത്ഭുതങ്ങൾ ചെയ്യാനിടയായി തരും. വെറും വാക്കല്ല, ഇത് പാഴ്വാക്കല്ല. കർത്താവ് ഈ പകൽ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. കർത്താവിനോട് സംസാരിച്ച ഒന്ന് രണ്ട് വചനങ്ങളെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വളരെ ശ്രദ്ധയോടെ എന്നെ കേട്ടാട്ട്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനാവശ്യങ്ങൾക്ക് എഴുതി അറിയിക്കുക, മെസ്സേജ് അയയ്ക്കുക. നമ്മുടെ പ്രാർത്ഥനാവശ്യങ്ങൾ വാട്സപ്പിൽ കൂടിയോ, താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട്, വാട്സപ്പിൽ കൂടിയോ കോൾ ചെയ്തോ നിങ്ങൾ ഞങ്ങളെ അറിയിക്കുക. വീണ്ടും വീണ്ടും നിങ്ങളോട് പറയുന്നു, അറിയിക്കുക. കീപ്പ് ഇൻ ടച്ച്. വി വിൽ പ്രേ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും.
അമേൻ. ഇറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി ടു പ്രേ ഫോർ യു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഏത് പ്രാർത്ഥനാ വിഷയമാണ്, ചെറുതായിക്കൊള്ളട്ടെ വലിയ വിഷയമായിക്കൊള്ളട്ടെ, ശങ്കിക്കേണ്ട, വിളിച്ചു പറയുക, അല്ലെങ്കിൽ മെസ്സേജ് അയക്കുക. പാസ്റ്റർ ഐ എം സോ ആൻഡ് സോ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കുടുംബത്തിനോട് പ്രാർത്ഥിക്കണം. പുറത്ത് പറയാൻ പറ്റാത്ത പ്രാർത്ഥനാ വിഷയങ്ങളാണെങ്കിൽ പോലും നിങ്ങളുടെ കുടുംബത്തിനോട് പ്രാർത്ഥിക്കണം ഒരു പ്രാർത്ഥനാ വാചകം എഴുതി പറഞ്ഞാൽ യു ആർ ആസ്കിങ് ടു ജീസസ്. നിങ്ങൾ യേശുവിനോടാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുന്നത്. നമ്മൾക്ക് ഒരുമിച്ച് നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി സഭയായി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഐ ബിലീവ് ഗാഡ് ഈസ് ഗോയിങ് ടു ഡു എ ഗ്രേറ്റ് തിങ്. കർത്താവ് ഒരു വലിയ അത്ഭുതം നിങ്ങൾക്ക് വേണ്ടി നമ്മൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നു. എന്നോടുകൂടെ നിങ്ങൾ പ്രാർത്ഥന വിഷയം ഞങ്ങളോട് അറിയിക്കുമ്പോൾ നിങ്ങളും പ്രാർത്ഥനയ്ക്കായി മുട്ടുമടക്കാൻ മറക്കരുത് എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്നത്തെ ചിന്ത നമ്മൾ പറഞ്ഞല്ലോ, പ്രാർത്ഥന എന്ന് പറഞ്ഞ വിഷയമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. യേശു ഭൂമിയിലായിരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ മാതൃക കാണിച്ചൊരു വ്യക്തിയാണ് യേശു. അതുകൊണ്ടാണ് യേശുവിനെ ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത്. യേശു ഏറ്റവും കൂടുതൽ മാതൃക കാണിച്ചിട്ട് പോയത്, ശിഷ്യന്മാർക്ക് ഏറ്റവും കൂടുതൽ മാതൃക കാണിച്ചത് പ്രാർത്ഥനയിലാണ്. കർത്താവിൻ്റെ വചനം നമ്മളെ ഒരുപാട് കാര്യത്തിൽ നമ്മളെ എൻകറേജ് ചെയ്യുന്നു, നമ്മളെ ശക്തിപ്പെടുത്തുന്നു. കർത്താവിൻ്റെ വചനം പഠിക്കുമ്പോൾ, കർത്താവിൻ്റെ വചനം ശ്രദ്ധിച്ച് പഠിക്കുമ്പോൾ 1 തിമോത്തിയോസ് ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ നമ്മുടെ ലീഡേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മുടെ ഭരിക്കുന്ന ലീഡേഴ്സിന് വേണ്ടി, ദൈവമക്കളായിട്ടുള്ളവർ നമ്മുടെ ലീഡേഴ്സിന് വേണ്ടി ഭരിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, നമ്മളെ ഭരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ നമ്മൾ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. നമ്മുടെ പ്രധാനമന്ത്രി, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി, നമ്മുടെ ബഹുമാനരായ മുഖ്യമന്ത്രിമാർ, നമ്മുടെ ബഹുമാനരായ AS IPS ഓഫീസേഴ്സ്, നമ്മുടെ മന്ത്രിമാർ, നമ്മുടെ MLA മാർ, MP മാർ, നമ്മുടെ താലൂക്ക് ഓഫീസ് അധികാരികൾ, പഞ്ചായത്ത് ഓഫീസ് അധികാരികൾ, എല്ലാ അധികാരസ്ഥന്മാർക്കും വേണ്ടിയും പ്രാർത്ഥിക്കേണ്ട റെസ്പോൺസിബിലിറ്റി ദൈവസഭയ്ക്കാണ്. ഗെറ്റ് റെഡി. നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങുക. നമ്മുടെ അധികാരസ്ഥന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവത്തിന് സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിന് 26-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അവൻ അപ്പം എടുത്ത് സ്തോത്രം ചെയ്ത് നുറുക്കി. അപ്പം ആഹാരം കഴിക്കുമ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ആഹാരം കഴിക്കുമ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അതിന് മറ്റൊരു തെളിവൂടെ തരാം. മത്തായിയുടെ സുവിശേഷം തന്നെ 6-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ യേശു ഗിരിയിരുന്ന് പ്രാർത്ഥന എങ്ങനെ പ്രാർത്ഥിക്കണം ശിഷ്യന്മാരോട് ചോദിച്ചപ്പോൾ യേശു പഠിപ്പിക്കുകയാണ്. എന്താണ് പഠിപ്പിക്കുന്നത്? അന്നുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ആഹാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ദൗത്യം നമ്മുടെ മേൽ കർത്താവ് തന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. 2 ദിനവൃത്താന്ത പുസ്തകം 7-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനോട് പറഞ്ഞിട്ടുണ്ട്. 1 തെസ്സലോനിക്ക ലേഖനം 3-ാം അധ്യായം 12-13 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി, ജാതി മത വിശ്വാസമന്യേ പുറത്തുള്ളവർക്ക് വേണ്ടി, നമ്മുടെ വിശ്വാസത്തിലല്ല അല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, നമ്മുടെ കൂടെ ആരാധിക്കാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ആർക്കൊക്കെ വേണ്ടിയാ? ലീഡേഴ്സിനോട് പ്രാർത്ഥിക്കണം, ആഹാരത്തിനോട് പ്രാർത്ഥിക്കണം, മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പുറത്തുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുമാത്രമല്ല, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിക്കുന്നതാണ്. രോഗികൾക്ക് വേണ്ടി, നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ ആരെങ്കിലും രോഗികളായിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് അവരുടെ പോകുവാൻ സാധിക്കുന്നില്ലുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ട്. ഒരു രോഗി ഒരു ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അവർക്ക് പ്രാർത്ഥിക്കാൻ ശക്തി കാണത്തില്ല, അവർക്ക് പ്രാർത്ഥിക്കാൻ മനോരുക്കം കാണത്തില്ല, അതിനുള്ള സാഹചര്യങ്ങൾ കാണത്തില്ല. എന്നാൽ ഇന്ന് പകൽ നിങ്ങൾ ഒരുങ്ങി പ്രാർത്ഥിക്കുകയാണെങ്കിൽ മധ്യസ്ഥ വെച്ച് നിങ്ങൾ ഒരുമിച്ച് ആ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം സൗഖ്യം കൊടുക്കുകയും ഒരാശ്വാസം കൊടുക്കുകയും ഇടയായിത്തീരും. ആ വേദനയിൽ നിന്ന് ഒരു ശമനം കൊടുക്കുവാനിടയായിത്തീരും. ആ ഭാരത്തിൽ നിന്ന് ഒരു വിടുതൽ കൊടുക്കുവാനിടയായിത്തീരും. ആ ഹോസ്പിറ്റൽ ബില്ല് അടയ്ക്കുവാൻ ഭാരപ്പെട്ടിരിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ഒരു നന്മ അവരുടെ കൈകളിൽ ചെല്ലുവാനിടയായിത്തീരും. സ്വർഗം അവർക്ക് വേണ്ടി വഴി തുറക്കും. ദൈവത്തിന് സ്തോത്രം. കൊടുക്കാൻ സാധിക്കുന്നവർ കൊടുക്കുക, നന്മ പ്രാപിപ്പാനിടയായി തീരുമാനങ്ങളുടെ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. യാക്കോബിൻ്റെ ലേഖനത്തിൽ 5-ാം അധ്യായം 19, 14-ാം വാക്യം, 15-ാമത്തെ വാക്യം നമുക്ക് കാണാൻ സാധിക്കുന്നു. സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, സൗഖ്യം തന്നതിനായി സ്തോത്രം ചെയ്യണം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിന് 44-ാമത്തെ വാക്യത്തിൽ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രേ ഫോർ യുവർ എനിമീസ്. ആ വാക്യങ്ങളൊക്കെ നിങ്ങൾ വീട്ടിലിരുന്ന് വായിക്കുകയാണെങ്കിൽ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 44-ാമത്തെ വാക്യത്തിൽ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്? നമ്മുടെ ലീഡേഴ്സ്, നായകന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ആഹാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, മഴയ്ക്ക് വേണ്ടി, നല്ല കാലാവസ്ഥയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, രോഗികളായിട്ടുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, അവരുടെ സൗഖ്യത്തിനായി നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മുടെ ശത്രുക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം.
പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് യേശു കർത്താവിൻ്റെ വചനത്തിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇതെല്ലാം ഉള്ളപ്പോൾ തന്നെ ഒന്ന് രണ്ട് വേദഭാഗങ്ങൾ നിങ്ങളുടെ മുൻപിൽ വെച്ച് അല്പം കൂടെ തീഷ്ണതയേറിയ പ്രാർത്ഥനയിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. യഥാർത്ഥത്തിൽ നമ്മൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? ദൈവങ്ങളെ ചിന്തിച്ചാട്ട് യേശു പ്രാർത്ഥിക്കാൻ ഒരു മല തിരഞ്ഞെടുത്തു, പർവ്വതമുകൾ തിരഞ്ഞെടുത്തു. എന്തിനു വേണ്ടിയാണ് യേശു പ്രാർത്ഥിക്കുവാനായി പർവ്വതമുകൾ തിരഞ്ഞെടുത്തത്? ശ്രദ്ധിച്ചാട്ട്, യേശു പർവ്വതമുകൾ തിരഞ്ഞെടുത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം യേശുവിന് ഏകാഗ്രത വേണമായിരുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അതിനുള്ളൊരു അറ്റ്മോസ്ഫിയർ വേണമായിരുന്നു. പ്രാർത്ഥനയ്ക്ക് ഒരു അന്തരീക്ഷം വേണം. പ്രാർത്ഥന മുറിയുണ്ടാകണം. നമുക്ക് കിച്ചണുണ്ട്, നമുക്ക് ബെഡ്റൂമുണ്ട്, നമുക്ക് ഹോളുണ്ട്, അതിഥികൾ വന്നാൽ സ്വീകരിക്കാൻ ഹോളുണ്ട്, കിടന്നുറങ്ങുവാൻ ബെഡ്റൂമുണ്ട്. ഇതൊന്നുമില്ലാതെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. എങ്കിലും ഞാൻ പറയട്ടെ, ദൈവമക്കളെ ഞാൻ പറയട്ടെ, സാധാരണ ഇതെല്ലാം ഉള്ളൊരു വീട്ടിൽ പ്രാർത്ഥനാ മുറി എന്ന് പറഞ്ഞ റൂം നമ്മൾക്കില്ല. എന്നാൽ എനിക്കൊരു ദേവദാസനെയും ദേവദാസിയെ അറിയാം. അവരുടെ വീടിനകത്ത് പ്രധാനപ്പെട്ട ഒരു ഭാഗം ഒരു പായിട്ട് അവരിട്ടിരിക്കുകയാണ്. ആ റൂം അവർ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രം പ്രവേശിക്കുന്ന റൂമാണ്. പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രം പ്രവേശിക്കുന്ന റൂം. ഏറ്റവും തിരക്കേറിയ പട്ടണത്തിൽ, ഏറ്റവും തിരക്കേറിയ വാടക വീടുള്ള സമയത്ത് അദ്ദേഹത്തിന് ദൈവം ഒരു ഭവനം കൊടുത്തപ്പോൾ ആ ഭവനത്തിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം അദ്ദേഹം തിരഞ്ഞെടുത്തത് പ്രാർത്ഥിക്കുവാനാണ്. പ്രാർത്ഥനയ്ക്ക് ഒരു അന്തരീക്ഷം ഉണ്ടാകണം. യേശു പ്രാർത്ഥനാമലയിൽ കയറിപ്പോയത് മറ്റാരുടെയും ഡിസ്റ്റർബൻസ് ഉണ്ടാകാതിരിക്കാനാണ്. യേശു മലയിലേക്ക് കയറിപ്പോയത് ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കുവാൻ, ഏക മനസ്സോടെ പ്രാർത്ഥിക്കുക. എന്താണ് പ്രാർത്ഥന? നമുക്ക് മനുഷ്യരോട് നമ്മുടെ ഹൃദയം തുറക്കാൻ സാധിക്കുകയില്ല. കാരണം അവർക്ക് നമ്മുടെ വിഷയങ്ങളെ പരിഹരിക്കുവാൻ സാധിക്കുകയില്ല. മനുഷ്യർ ബലഹീനരാണ്. എന്നാൽ സർവശക്തനായ ദൈവത്തിന് നമ്മുടെ വിഷയങ്ങളെ പരിഹരിക്കുവാൻ സാധിക്കും. നമ്മുടെ വിഷയങ്ങൾക്ക് സർവശക്തനായ ദൈവത്തിന് ഒരു സമാധാനം നൽകുവാൻ സാധിക്കും. സർവശക്തനായ ദൈവത്തിന് നമ്മുടെ വിഷയങ്ങൾക്ക് ഒരു പരിഹാരത്തെ ഒരുക്കി നമ്മളെ വിടുവിപ്പാൻ സാധിക്കും. മനുഷ്യൻ എന്ത് ചെയ്യും നമ്മളോട്? എന്ത് സഹായിക്കും മനുഷ്യൻ നമ്മൾക്ക് വേണ്ടി? മനുഷ്യർ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. മനുഷ്യർ ഒന്നും പ്രവർത്തിക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് മനുഷ്യരുടെ അഭിപ്രായം പറയുന്നതിനേക്കാൾ നല്ലത് യഹോവയാം ദൈവത്തിൻ്റെ മുൻപാകെ പോയി ഹൃദയം തുറക്കുക. അതാണ് പ്രാർത്ഥന. അത് ഏകാഗ്രതയോടെ. പലപ്പോഴും പല പ്രാർത്ഥനകളിൽ ദൈവസ്ഥനിൽ കണ്ണുകൾ നിറഞ്ഞ് ദൈവത്തെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വിശുദ്ധ മാതാവിനെയും പിതാവിനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ പകൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, പ്രാർത്ഥന അതിനൊരു സാഹചര്യം ഒരുക്കുക, അതൊരു അന്തരീക്ഷം ക്രമീകരിക്കുക. നമ്മൾ പ്രാർത്ഥിക്കുവാൻ പഠിക്കണം. ശിഷ്യന്മാർ യേശുവിനോട് എന്താ ചോദിച്ചത്? ഞങ്ങളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ. ഈ പകൽക്കാലം കരങ്ങൾ തലയിൽ വെച്ചിട്ട് ഒന്ന് പറയാമോ? കർത്താവിനോട്, പരിശുദ്ധ ആത്മാവേ എന്നെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമെന്ന് പറയാമെങ്കിൽ ഈ പകലവൻ നിങ്ങളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കും. കർത്താവേ എന്നെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ. ഹോളി സ്പിരിറ്റ് ടീച്ച് മീ ഹൗ ടു പ്രേ. കർത്താവ് പഠിപ്പിക്കും. പ്രാർത്ഥന എന്ന് പറഞ്ഞ് പഠിക്കുവാനുള്ളതാണ്. നമ്മൾ പഠിക്കുമ്പോൾ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവസന്നിധിയിൽ എങ്ങനെ പ്രാർത്ഥിക്കണം, എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം, ഏതെല്ലാം വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എന്തിനു വേണ്ടിയൊക്കെ ജാഗരിക്കണം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് വേണ്ടി തരുന്ന ദൈവത്തിൻ്റെ സ്തോത്രം ബലപ്പെടുത്തുന്നതാണ്. ഈ പകൽ നമുക്കൊരു അന്തരീക്ഷം ക്രമീകരിക്കട്ടെ. നമ്മുടെ വീടിനുള്ളിൽ ഒരു ഏകാഗ്രതയോടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഏകാഗ്രമാകുവാൻ സ്വർഗത്തിൽ ദൈവം നമുക്ക് കൃപ നൽകുമാറാകട്ടെ. ദൈവത്തിൻ്റെ മുൻപാകെ ഹൃദയത്തെ തുറക്കുന്നതാണ് പ്രാർത്ഥന. മനുഷ്യന് മുമ്പാകെ ഹൃദയം തുറക്കരുത് കേട്ടോ. തുറന്നു, ഭാര്യയുടെ മുൻപാകെ, ഭർത്താവിൻ്റെ മുൻപാകെ, കുഞ്ഞുങ്ങളുടെ മുൻപാകെ ഹൃദയം തുറന്നു. പക്ഷേ അവർക്കൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുവാൻ ലിമിറ്റേഷൻസ് ഒരുപാടുണ്ട്. എന്നാൽ കർത്താവിന് ഒരു ലിമിറ്റേഷൻസും ഇല്ല. ധാരാളമായി നമ്മുടെ വിഷയങ്ങൾക്ക് വൻ പരിഹാരത്തെ ഒരുക്കുവാനിടയായി. 2 തിമോത്തിയോസ് ലേഖനം അതിൻ്റെ 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ താഴോട്ട് വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നു. പ്രാർത്ഥനയിൽ പെറ്റീഷനുണ്ട്, യാചനയുണ്ട്, പ്രാർത്ഥനയിൽ മധ്യസ്ഥതയുണ്ട്, പ്രാർത്ഥനയിൽ അപേക്ഷയുണ്ട്, പ്രാർത്ഥനയിൽ താങ്ക്സ് ഗിവിംഗ് ഉണ്ട്, നന്ദി പറച്ചിലുണ്ട്. ഇതൊക്കെ പ്രാർത്ഥനയിലുള്ളതാണ്. പ്രാർത്ഥിക്കാൻ വന്നിരിക്കുമ്പോൾ ചെറിയൊരു ഏകാഗ്രത കിട്ടുവാനായി ഒരു ചെറിയ പാട്ടിൻ്റെ ഇരടികളെ പാടിയാൽ അത് സന്തോഷമാണ്. ഒരു പാട്ടിൻ്റെ ഇരടികളെ പാടി പ്രാർത്ഥനയ്ക്കായി കയറിയിരിക്കുക. ഒരല്പസമയം മനസ്സേകാഗ്രമാകുന്നില്ലെന്നുണ്ടെങ്കിൽ ഒരു പാട്ടിന് ഇരടികളെ പാടുക. നന്ദിയുള്ള ഈരടികളെ പാടി കർത്താവിനെ സ്ഥലം നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവസ്ഥലിലായിരിക്കുക. യു വിൽ ഗെറ്റ് എ കോൺസെൻട്രേഷൻ ടു പ്രേ. പ്രാർത്ഥിക്കുവാൻ ഒരു ഏകാഗ്രതകൾക്കുണ്ടാകും. ഈ പകൽ പ്രാർത്ഥനയ്ക്കായി നമ്മൾ റെഡിയാകുക. ദൈവത്തിന് സ്തോത്രം. യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ 3 കാര്യങ്ങൾ യേശു പ്രത്യേകം പറഞ്ഞു. അതിൽ ഒന്നാമത്തെ കാര്യമാണ്, ഒരുപാട് കാര്യങ്ങൾ കർത്താവിൻ്റെ വചനം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും അതിലൊന്നാമത്തെ കാര്യമാണ്, നിങ്ങൾ എന്തിനു വേണ്ടി പറയുക? പ്രേ ഫോർ ഹാർവസ്റ്റ്. കൊയ്ത്തിന് വേണ്ടി അപേക്ഷിപ്പിൻ പിതാവാം ദൈവത്തോട്. പ്രേ ഫോർ ദ ഹാർവസ്റ്റ്. എത്ര പേര് ഈ പകൽക്കാലം കൊയ്ത്തിന് വേണ്ടി അപേക്ഷിക്കും? ടുഡേ ലെറ്റ് മീ ആസ്ക് യു എ ക്വസ്റ്റ്യൻ. ഇന്ന് ദൈവരാജ്യത്തിൻ്റെ കെട്ടുമണിക്കായി എത്ര പേര് ആത്മാർത്ഥതയോടെ ദൈവസഭയുടെ കെട്ടുമണിക്കായി പ്രവർത്തിക്കുന്നു?
എത്ര പേർ ആത്മാർത്ഥതയോടെ ദൈവസഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളുടെ മുൻപാകെ ഓൺലൈനിൽ വന്ന് നിൽക്കുമ്പോഴും ദിസ് ഈസ് നോട്ട് ടു ബിൽഡ് എനി കിങ്ഡം ഓഫ് എ മെൻ. ഇതൊരു മനുഷ്യൻ്റെ കിങ്ഡം പണിയുവാനുള്ള പരിപാടിയല്ല, ഇത് ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ റെഡിയാണ്. വി ആർ ഹിയർ ടു പ്രേ ഫോർ യു. നിങ്ങളുടെ ഏത് വിഷയത്തിനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ റെഡിയാണ്. വി ആർ ഹിയർ. നമ്മൾ ഒരിക്കലും ഒരു മാനുഷികമായൊരു കിങ്ഡത്തിന് വേണ്ടി പുറകിലല്ല. ഇന്ന് മാനുഷികമായ തലത്തിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ ദൈവദാസന്മാർ ദൈവദാസിമാർ എന്ന് പറയുന്നവരെല്ലാം അവരവരുടെ കിങ്ഡം ബിൽഡ് ചെയ്യുകയാണ്. ദേ ആർ ബിൽഡിങ് അപ്പ് ദംസെൽഫ്. അവരെ തന്നെ ഉയർത്തുകയും അവരെ തന്നെ മനുഷ്യന് മുൻപാകെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം ഐ ആം റെപ്രസെൻറ്റിങ് എ പേഴ്സൺ, ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഹിസ് കിങ്ഡം. ഞാൻ ഇന്ന് പകൽ നിങ്ങളുടെ മുൻപിൽ വെളിപ്പെടുത്തുകയാണ് യേശു ക്രിസ്തുവും ആ യേശു ക്രിസ്തുവിൻ്റെ രാജ്യവും. കൊയ്ത്തിന് വേണ്ടി ഇന്ന് പകൽ പ്രാർത്ഥിക്കുവാൻ എത്ര റെഡിയാണ്. ഒരു വലിയ കൊയ്ത്ത്. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു ദൈവാസനം വിളിച്ച് പറയാനിടയിൽ തീർന്നു, വലിയൊരു കൊയ്ത്തിനായി നിലം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഗെറ്റ് റെഡി. ചർച്ചകൾ വിശാലമാകുവാൻ പോകുന്നു. ആൾക്കാർ, കർത്താവ്, ലക്ഷക്കണക്കിന് ജനങ്ങൾ ദൈവത്തെ സേവിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ മാനസാന്തരപ്പെട്ട് കർത്താവിലേക്ക് കടന്നു വരുന്ന സമയങ്ങൾ അധികം വിദൂരമല്ല. ഈ ചെറിയൊരു കാണപ്പെടാത്തൊരു ചെറിയൊരു വൈറസ് മുഖാന്തരം ലോകത്തിലെ മുഴുവൻ ജനങ്ങളും യേശുവിലേക്ക് തിരിയുന്ന സമയം വന്നുകൊണ്ടിരിക്കുന്നു. മൈ ഡിയർ ബ്രദർ ആൻഡ് സിസ്റ്റർ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, കൊയ്ത്തിന് വേണ്ടി നിലം തെളിഞ്ഞു കിടക്കുകയാണ്, വിളഞ്ഞു കിടക്കുകയാണ്. ഈ പകൽ നമ്മൾക്ക് അതിനോട് പ്രാർത്ഥിക്കാൻ ഇന്ന് പകൽ നമ്മൾ റെഡിയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം, നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റവും അനുഗ്രഹമായിരിക്കും. ആർ യു റെഡി ടു പ്രേ ഫോർ? നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ റെഡിയാണോ? കർത്താവേ, കൊയ്ത്തിന് വേണ്ടി എൻ്റെ അയൽവക്കത്തുള്ളവർ, എൻ്റെ ചാർച്ചക്കാർ, എൻ്റെ ദേശക്കാർ, അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഒരു നിമിഷം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ഒന്ന് ഓർക്കുവാൻ, പ്രാർത്ഥനാ മുറിയിൽ അവരെ ഒന്ന് ഓർക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകുമാറാകട്ടെ. ഹല്ലേലൂയ. ദൈവം നമ്മളെ ബലപ്പെടുത്തും, ശക്തിപ്പെടുത്തും. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. മുറിയിൽ കടന്ന് കഥകടച്ച്, മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 5-6 വാക്യത്തിൽ പറയുന്നു, മുറിയിൽ കടന്ന് കഥകടച്ച് രഹസ്യത്തിൽ കാണുന്ന നിങ്ങളുടെ പിതാവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കണം. ജാതികളെപ്പോലെ ജൽപ്പനം ചെയ്യരുത്. അതിനാണ് പറയുന്നത്, അതിലൊരു അന്തരീക്ഷം ഉണ്ടാകണം. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങട്ടെ. കർത്താവ് നമ്മളെ സഹായിക്കും. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കർത്താവ് പറഞ്ഞത്, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുവിൻ. ഹല്ലേലൂയ. പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ. ഒരുപാട് പരീക്ഷകളാണ് ഈ ലോകത്തിൽ നമ്മളെ തേടിയെത്തിക്കൊണ്ടിരിക്കുന്നത്. ധനമോഹം, കൺമോഹം, ജീവനപ്പത്തിൻ്റെ പ്രതാപം എന്നിങ്ങനെയുള്ള അനേകം മോഹങ്ങൾ നമ്മളെ പിൻപറ്റിക്കൊണ്ടിരിക്കുകയാണ്. അനേകം പരീക്ഷണങ്ങൾ നമ്മളെ പിൻപറ്റിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ വചനം മത്തായിയുടെ സുവിശേഷം തന്നെ പറയുന്നു, അവൻ പരീക്ഷയുടെ കൂടെ പോക്കുവഴിയും അവനുണ്ടാക്കും. താങ്ക് യു ലോർഡ് ജീസസ്. ഈ പകലെന്നെ കേൾക്കുന്ന ആരെങ്കിലും പരീക്ഷയുടെ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, വേദനയുടെ കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്, പകൽക്കാലം ദൈവത്തിൻ്റെ ആശ്വാസ വചനം പറയട്ടെ, വിടുതലിൻ്റെ വചനം പറയട്ടെ. അവൻ പരീക്ഷയുടെ കൂടെ പോക്കുവഴി, പരീക്ഷയുടെ കൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കുന്നൊരു നല്ല ദൈവമാണ് നമ്മുടെ കർത്താവ്. ദൈവം, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ പകലത് വചനം വിശ്വസിച്ചാട്ട് അവൻ പരീക്ഷയുടെ കൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കുന്നുണ്ട്. എന്തിനോട് പ്രാർത്ഥിക്കണം? പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ പ്രാർത്ഥിക്കണം. പലരും പരീക്ഷയിൽ അകപ്പെട്ടതിന് ശേഷമാണ് പ്രാർത്ഥിക്കുന്നത്. ഹലോ, ആർ യു ഹിയർ മീ? പരീക്ഷയിൽ അകപ്പെട്ടതിന് ശേഷം പ്രാർത്ഥിക്കാനല്ല കർത്താവ് പറഞ്ഞിരിക്കുന്നത്. പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ പ്രാർത്ഥിക്കുവിൻ. യേശുവിൻ്റെ കാലഘട്ടത്തിലും 3 വിധമായ പരീക്ഷണങ്ങളുണ്ടായിരുന്നു. 3 വിധമായ പരീക്ഷണങ്ങൾ. ഭൗമികമായ വിഷയത്തിൽ പരീക്ഷണമുണ്ടായിരുന്നു, ആത്മീകമായ വിഷയത്തിൽ പരീക്ഷണമുണ്ടായിരുന്നു, മാനസികമായ വിഷയത്തിലും പരീക്ഷണമുണ്ടായിരുന്നു. ഈ പകൽ നമ്മുടെ ജീവിതത്തിലും ആത്മീകമായതും ഭൗമികമായതും സാമ്പത്തികമായ വിഷയത്തിന്മേൽ പരീക്ഷണം നമ്മളെ തേടി വരികയാണ്. അതിലകപ്പെടാതിരിക്കണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം. പല കുടുംബങ്ങളും പരീക്ഷയിൽ അകപ്പെട്ട് തകർന്നു പോകുന്നതിൻ്റെ കാരണം അവർ പ്രാർത്ഥനയിൽ പിന്നോട്ട് പോയത് കൊണ്ടാണ്. കം ബാക്ക്, മടങ്ങി വരിക, പ്രാർത്ഥനയിലിട്ടിരിക്കുക, ആത്മാവിൽ ജാഗരിക്കുക, പ്രാർത്ഥിക്കാരെ മുട്ടുമടക്കുക. നിങ്ങളുടെ റൂമിലൊരു സ്ഥലം റെഡിയാകട്ടെ, പ്രാർത്ഥനയ്ക്കായി പായിടുക. ദൈവം ആ ഭവനത്തിൽ അത്ഭുതം ചെയ്യും. പല കുടുംബങ്ങളിലും പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ പൊങ്ങി വരാനും ഉയർന്നു വരാനും കാരണം പ്രാർത്ഥനയിൽ ബലഹീനമായി പോയത് കൊണ്ടാണ്. യേശു പറയുന്നു, പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ പ്രാർത്ഥിക്കുവിൻ. യെസ്, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഈ പകൽ നിങ്ങൾ മുട്ടുമടക്കാൻ റെഡിയാണെങ്കിൽ, എൻ്റെ കർത്താവേ, എൻ്റെ കുടുംബത്തിനകത്ത് എൻ്റെ കുടുംബം വളരെ പരീക്ഷയിൽ കൂടി കടന്നു പോകുന്നു, എൻ്റെ ജീവിതം വളരെ പരീക്ഷയിൽ കടന്നു പോകുന്നു, ഞാൻ ഒരുപാട് അധ്വാനിക്കുന്നു, പക്ഷേ എനിക്ക് പ്രതിഫലം ലഭിക്കുന്നില്ല, ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്നു, ജീവിതത്തിൻ്റെ കർത്താവേ സക്സസ്സിലേക്ക് കടന്നു വരാൻ സാധിക്കുന്നില്ല. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. നിങ്ങൾക്ക് ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ വിളിച്ചാൽ മതി, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാം. ഏത് സമയവും, എനി ടൈം, വി ആർ ഹിയർ ടു പ്രേ ഫോർ യു.
കർത്താവിന് സ്തോത്രം. സഭ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സഭയിലെ ദൈവമക്കൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വിശുദ്ധന്മാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവത്തിന് സ്തോത്രം. ആരെങ്കിലും ബലഹീനപ്പെട്ട് പ്രാർത്ഥിക്കാൻ അറിയില്ല, എനിക്ക് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയില്ലെന്ന് പറഞ്ഞ് ആരെങ്കിലും ഈ പകലുണ്ടെങ്കിൽ ദൈവസഭയിൽ ദൈവമക്കൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ റെഡിയാണ്. വി ആർ ഹിയർ ടു പ്രേ ഫോർ യു. പലരും പറയാറുണ്ട്, കർത്താവേ എനിക്ക് പ്രാർത്ഥിക്കാൻ സമയം ലഭിക്കാറില്ല, പ്രാർത്ഥിക്കാൻ എനിക്ക് സ്ഥലമില്ല, പ്രാർത്ഥിക്കാൻ എനിക്ക് അറിയില്ല. യെസ്, വി ആർ ഹിയർ ടു പ്രേ ഫോർ യു. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ റെഡിയാണ്. ദയവ് ചെയ്ത് ഞങ്ങളെ വിളിച്ചാട്ട്, ദയവ് ഞങ്ങളെ കോൺടാക്ട് ചെയ്താട്ട് നിങ്ങളുടെ വിഷയത്തിൻ്റെ ഒരു പരിഹാരം ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് കർത്താവ് ചെയ്യുവാനിടയായി തരും. വളരെ തുറന്ന ഹൃദയത്തോടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഒരു അജണ്ട ഇതിൻ്റെ പുറകിലില്ല. ഏത് വിശ്വാസമുള്ളവരായിക്കൊള്ളട്ടെ, ഏത് ഗ്രൂപ്പിലുള്ളവരായിക്കൊള്ളട്ടെ, ദയവ് ഞങ്ങളെ വിളിച്ചാട്ട് യേശു നിങ്ങളുടെ വിഷയത്തിന് പരിഹാരം തരുവാൻ വിശ്വസ്തനാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മനുഷ്യൻ സൗഖ്യം തരാൻ ദൈവമല്ല, എന്നാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നൊരു ദൈവമുണ്ട്. യേശു അവൻ സൗഖ്യം തരാനും വിടുവിപ്പാനും വിശ്വസ്തനായ ദൈവമാണ്. പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ പ്രാർത്ഥിക്കുവിൻ. ഹല്ലേലൂയ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരീക്ഷയിൽ അകപ്പെടാതിരിക്കേണ്ടതിന്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പരീക്ഷയിൽ അകപ്പെട്ടു പോകാതിരിക്കേണ്ടതിന്, ലൗകിക മോഹങ്ങൾക്കകത്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ തകർന്നു പോകാതിരിക്കേണ്ടതിന് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്ലീസ് കോൾ us. വിളിക്കുക. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും. കണ്ണുനീരോടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ജനം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ബി ഷ്യൂർ അബൌട്ട് ഇറ്റ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നെ കേൾക്കുന്ന ആരോ ഹൃദയത്തിനകത്ത് തീരുമാനമെടുക്കുന്നു, യെസ് ഐ വാണ്ട് ടു കോൺടാക്ട്. യെസ്, പ്ലീസ് ഗോ അഹെഡ്. നിങ്ങൾ വിളിച്ചാട്ട് കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുവാനിടയായി തീരും. മൂന്നാമത് യേശു പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്ന മറ്റൊരു വിഷയമാണ് ഹല്ലേലൂയ. എന്തിനോട് പ്രാർത്ഥിക്കണം? പരിശുദ്ധാത്മാവിനെ സ്വീകരിപ്പാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ആൾറെഡി തൃത്വത്തിൽ മൂന്നാമനായ ദൈവത്തിൻ്റെ ആത്മാവ്, നീതിയുടെ ആത്മാവ്, യഹോവയുടെ ആത്മാവ്, ദ ലോർഡ് സ്പിരിറ്റ്, ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധ ആത്മാവ് ഈ പകൽക്കാലം നിങ്ങളുടെ ഉള്ളിലേക്ക് വരുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് പരിശുദ്ധാത്മാവിനെ എത്രയധികം നൽകും. യാചിപ്പിൻ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കും. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് അഭിഷേകം ആവശ്യമുണ്ടോ? ഈ കാലഘട്ടത്തിൽ നിൽക്കുവാൻ പരിശുദ്ധാത്മാവാണ് നിങ്ങൾക്ക് ആവശ്യം. ഈ കാലഘട്ടത്തിൽ ജയിക്കുവാൻ നിങ്ങൾക്ക് ആവശ്യം പണമല്ല, വിദ്യാഭ്യാസമല്ല, സമ്പത്തല്ല, പാരമ്പര്യമല്ല. നിങ്ങൾക്ക് ആവശ്യം പരിശുദ്ധാത്മാവത്രേ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവുമാണ് ഇന്ന് പകൽ നിങ്ങളെ നിലനിർത്തുവാൻ ആഗ്രഹിക്കുന്നത്. സകലരും തോറ്റുപോകും. സമ്പത്ത് മൺമറയും, പ്രൗഢി മൺമറയും, ജീവിതത്തിൻ്റെ പ്രലോഭനങ്ങൾ സകലതും മൺമറയും. എന്നാൽ യഹോവയുടെ ആത്മാവ് നിങ്ങളെ ജയിപ്പിക്കും. നിങ്ങളെ സകല വിഷയത്തിലും നിങ്ങളെ ജയിപ്പിക്കുവാനിടയായി തീരും. ബിലീവ് മീ. എന്നെ വിശ്വസിച്ചാട്ട്, ദയവേത് വിശ്വസിച്ചാട്ട് ഈ ദൈവാത്മാവ് നിങ്ങളെ ജയിപ്പിക്കുവാനിടയായി തരും. നിങ്ങൾ ബലഹീനപ്പെട്ടു പോയാലും അവൻ നിങ്ങളെ ശക്തിപ്പെടുത്തുവാനിടയായി തരും. നിങ്ങൾ മൺമറഞ്ഞു പോയാലും സമയമാകുമ്പോൾ ആ ദൈവാത്മാവ് യേശുവിനെ ഉയർപ്പിച്ചതുപോലെ നിങ്ങളെയും ഉയർപ്പിക്കുവാനിടയായി തരും. യഹോവയുടെ ആത്മാവ് നിങ്ങളുടെ മേൽ ശക്തി പകരുവാനിടയായി തീരും. ബലത്താലല്ല, ശക്തിയാലല്ല, യഹോവയുടെ ആത്മാവിനാൽ ഇതെല്ലാം നടക്കുവാൻ പോകുന്നു. ലോകം കഠിനമായ ശോധനയിൽ കൂടി, കഠിനമായ വേദനയിൽ കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ പ്രിയ ദൈവജനമേ, പ്രിയ ദൈവമക്കളെ, എൻ്റെ പ്രിയ സ്നേഹിത, ഈ പകൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, യു നീഡ് ഹോളി സ്പിരിറ്റ്. നിങ്ങൾക്ക് വേണ്ടത് പരിശുദ്ധാത്മാവാണ്. ചോദിക്കുക, തലയിൽ കരങ്ങൾ വെച്ച് ചോദിക്കുക. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ എന്ത് ചെയ്യണം? അപ്പോസ്തല പ്രവൃത്തി 2-38 വാക്യത്തിൽ പറയുന്നു, ഓരോരുത്തരും തങ്ങളുടെ പാപങ്ങളുടെ മാനസാന്തരപ്പെട്ടവരുടെ പാപങ്ങളുടെ മോചനത്തിനായി സ്നാനമേൽക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പിതാവിനോട്, പിതാവേ അങ്ങയുടെ ആത്മാവിനെ എന്നിലേക്ക് പകരണമേ. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിലേക്ക് ആത്മാവിനെ ദാനമായി പകരുന്നിടയായി തീരും. അപ്പോസ്തല പ്രവൃത്തി അതിന് 2-38 വാക്യത്തിൽ പറയുന്നു, പരിശുദ്ധാത്മാവ് ദാനമാണ്. അപ്പോസ്തല പ്രവൃത്തി 10-45 വാക്യത്തിൽ പറയുന്നു, പരിശുദ്ധാത്മാവ് ദാനമാണ്. അപ്പോസ്തല പ്രവൃത്തി 11-17 വാക്യത്തിൽ പറയുന്നു, പരിശുദ്ധാത്മാവ് ദാനമാണ്. നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടോ, നിങ്ങളുടെ അധ്വാനം കൊണ്ടോ, നിങ്ങളുടെ സമ്പത്ത് കൊണ്ടോ, നിങ്ങളുടെ ആരോഗ്യം കൊണ്ടോ നേടിയെടുക്കാൻ പറ്റാത്തതാണ് ഈ പരിശുദ്ധാത്മാവ്. ഇതിനെ കളയരുത്, പ്രാപിച്ചവരതിനെ കളയരുത്. ദൈവത്തിന് സ്തോത്രം. ഈ ഭൂമി നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വിലപ്പെട്ട സമ്പത്തും സൗഭാഗ്യവും എന്ന് പറയുന്നത് കോടികളുടെ ബംഗ്ലാവല്ല. നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. നിത്യതയുടെ ആത്മാവ്, സമാധാനത്തിൻ്റെ ആത്മാവ്, സന്തോഷത്തിൻ്റെ ആത്മാവ്, ജയത്തിൻ്റെ ആത്മാവ്, യഹോവയാം ദൈവത്തിൻ്റെ ആത്മാവ്. പ്രാർത്ഥിക്കാമോ? ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് കർത്താവിന് വചനം നമ്മളെ പറഞ്ഞിട്ടുണ്ട്. പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ. സഭയോടുള്ള ബന്ധത്തിൽ കൊയ്ത്തിനായി പ്രാർത്ഥിക്കുക.
വ്യക്തിപരമായ ജീവിതത്തോടുള്ള ബന്ധത്തിൽ പരീക്ഷണത്തിൽ അകപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുക. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആത്മീക ശുശ്രൂഷകൾക്ക് മുൻപോട്ട് കൊണ്ടുപോകുവാൻ, ആത്മീക ജീവിതത്തിൻ്റെ ഉന്നമനത്തിനായി പരിശുദ്ധ ആത്മാവിനായി പ്രാർത്ഥിക്കുക. ഈ 3 കാര്യങ്ങൾക്കൂടി നമ്മൾ പ്രാർത്ഥിക്കാൻ റെഡിയാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ ആത്മീക ജീവിതം അടുത്തൊരു പടിയിലേക്ക് കർത്താവ് നിങ്ങളെ കൊണ്ടുപോകാനിടയായിത്തീരും. നിങ്ങളെ കൊണ്ടുപോകും, ഉറപ്പായും നിങ്ങളെ കർത്താവ് കൊണ്ടുപോകും. പരിശുദ്ധാത്മാവിനോട് ചോദിച്ചവരെ ആരും കർത്താവ് കല്ല് കൊടുത്തിട്ടില്ല. പരിശുദ്ധാത്മാവിനെ ചോദിച്ചവർക്ക് ആർക്കും കർത്താവ് വേറെ ആത്മാവിനെ കൊടുത്തിട്ടില്ല. പരിശുദ്ധാത്മാവിനെ ചോദിച്ചാൽ പരിശുദ്ധാത്മാവിനെ തന്നെ ദൈവം നൽകും. പക്ഷേ അതിനു മുൻപ് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 38-ാമത്തെ വാക്യത്തിൽ പറയുന്നു, മാനസാന്തരപ്പെട്ട് പാവങ്ങളുടെ മോചനത്തിനായി സ്നാനമേൽക്കുന്നവർക്ക് മേൽ പരിശുദ്ധാത്മാവിനെ പകരുകയാണ്. യേശു സ്നാനപ്പെട്ട ഉടനെ ദേഹരൂപത്തിൽ പ്രാവ് പോലെ ഇറങ്ങി. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ഇൻ എ ബോഡ്ലി ഫോം കെയിം ഡൗൺ ആസ് എ ഡോവ്. ദേഹരൂപത്തിലാണ് പരിശുദ്ധാത്മാവ് വന്നത്. പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവ് വന്നത് പ്രാവിൻ്റെ രൂപത്തിലാണെന്ന്. നോ, പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിലല്ല, പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിലാണ് ഇറങ്ങി വന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 21-22 വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവ് പ്രാവ് പോലെയാണ് വന്നത്. പക്ഷേ അവനൊരു വേഷമുണ്ടായിരുന്നു, ആ വേഷം ദേഹരൂപമായിരുന്നു. ഡോണ്ട് ബി കൺഫ്യൂസ്ഡ്. പരിശുദ്ധാത്മാവിനെ പ്രാവിനോട് ചിത്രീകരിക്കരുത്. പരിശുദ്ധാത്മാവിനെ വെറും പ്രാവല്ല. പരിശുദ്ധാത്മാവ് ഈസ് എ പേഴ്സൺ, ഒരു വ്യക്തിയാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിപ്പാൻ തൻ്റെ ഇടമുള്ള വ്യക്തിയാണ്. ലോകത്തെ കീഴ്മേൽമറിക്കാൻ തൻ്റെ ഇടമുള്ള വ്യക്തിയാണ്. സകല വ്യക്തികളെയും അധികാരത്തിന് കീഴിൽ കൊണ്ടുവരുവാൻ തൻ്റെ ഇടമുള്ള ദൈവത്തിൻ്റെ ആത്മാവത്രേ ഈ പരിശുദ്ധാത്മാവ്. ഈ പകലെന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കർത്താവിനോട് ചോദിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന തലമുറകൾ അഭിഷേകത്താൽ അന്യം നിന്ന് പോകുമ്പോൾ, അഭിഷേകമില്ലെന്ന് പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടം നിൽക്കുമ്പോൾ, അഭിഷേകം വേണ്ടെന്നൊരു തലമുറ പറയുമ്പോൾ, ഈ പകൽക്കാലം ഞാൻ നിൽക്കുന്നു. അഭിഷേകത്തിനോട് നിൽക്കുകയും അഭിഷേകത്തിനോട് മരിക്കുവാൻ തയ്യാറായ ഒരു ജനറേഷൻ ഈ പകൽ എന്നെ കണ്ട് എഴുന്നേൽക്കുക അത്രയേ ചെയ്യുന്നത്. യേശുവിൻ നാമത്തിൽ സംഭവിക്കട്ടെ. അഭിഷേകം മാത്രം മുൻപിൽ കണ്ടുകൊണ്ട് അഭിഷേകത്തിനോട് മാത്രം നിൽക്കുന്ന ഒരു ജനറേഷൻ എഴുന്നേൽക്കാൻ പോകുന്നു. അഭിഷേകം കൊണ്ട് മാത്രം നിൽക്കുന്ന ഒരു ജനറേഷൻ എഴുന്നേൽക്കാൻ പോകുന്നു. ഒരു തലമുറ എഴുന്നേൽക്കാൻ പോകുന്നു. പരിശുദ്ധാത്മാവ് കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു തലമുറ എഴുന്നേൽക്കാൻ പോകുന്നു. പണം വേണ്ട, ജോലി വേണ്ട, സമ്പത്ത് വേണ്ട, ആരോഗ്യം വേണ്ട, ഇതൊന്നും വേണ്ടാതെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ മാത്രം ജീവിക്കുന്ന ഒരു തലമുറ ദിവസങ്ങളിൽ ദൈവാത്മാവിനാൽ എഴുന്നേൽക്കാൻ പോകുന്നു. വിശ്വസിച്ചാട്ട് കർത്താവ് ഈ പകൽ നമ്മൾക്ക് വേണ്ടി ചെയ്യുന്നതിനായി ലെറ്റ്സ് പ്രേ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, ഞങ്ങളുടെ നല്ല കർത്താവേ, ഈ പകൽക്കാലം കേട്ട വെറും വചനമല്ലല്ലോ കർത്താവേ, ജീവനുള്ള അങ്ങയുടെ വചനം ഈ പകൽ ഞങ്ങളോട് സംസാരിച്ചതിനായി ക്രിയ ചെയ്തതിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. ഇത് കേട്ട ജനത്തിന് മേൽ അങ്ങയുടെ ആത്മാവിൻ്റെ അഭിഷേകത്തെ ഇപ്പോൾ അങ്ങ് പകരുമാറാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ആത്മാവിൻ്റെ ചൈതന്യത്തെ, ജീവനെ അങ്ങ് പകരുമാറാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാം മുടന്തുള്ളവരും എഴുന്നേൽക്കട്ടെ. പ്രാർത്ഥനയിൽ മുടന്തിപ്പോയവർ എഴുന്നേൽക്കട്ടെ. പ്രാർത്ഥനയിൽ ക്ഷീണിച്ചു പോയവർ എഴുന്നേൽക്കട്ടെ. പ്രാർത്ഥനയിൽ ബലഹീനപ്പെട്ടു പോയവർ എഴുന്നേൽക്കട്ടെ. ഈ പകൽ പ്രാർത്ഥനയിൽ ലക്ഷ്യമില്ലാതെ പോയവർ ലക്ഷ്യം മടങ്ങി വരട്ടെ. യേശുവിന് അധികാരമുള്ള നാമത്തിൽ ഈ പകൽ ഞങ്ങൾ ഒരുമിച്ച് ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരുടെ മേലുള്ള എല്ലാ ദൈവിക ദൗത്യങ്ങൾക്കായി സ്തോത്രം, ശുശ്രൂഷകൾക്കായി സ്തോത്രം, അവരുടെ മേലുള്ള സമാധാനത്തിനായി സ്തോത്രം, ദൈവിക അധികാരത്തിനായി സ്തോത്രം ചെയ്യുന്നപ്പാ. സ്വർഗം കൃപ തോന്നി അനുഗ്രഹിക്കും. ഈ പകൽ ഞങ്ങൾക്ക് നല്ല കൂട്ടായ്മകൾക്കായി സ്തോത്രം ചെയ്യുന്നപ്പാ. ഇന്നത്തെ ശുശ്രൂഷ അനുഗ്രഹമാക്കി മാറ്റും. ഇത് കേട്ട ഓരോ ജനത്തിൻ്റെ മേലും അങ്ങയുടെ കരുണ വെളിപ്പെടുത്തും. മഹത്വം കർത്താവ് എടുക്കും. യേശുവിൻ ധന്യമുള്ള നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് പകൽ ഞങ്ങളെ ശ്രവിച്ച പ്രിയ ദൈവജനത്തോട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള നന്ദി അറിയിക്കുകയാണ്. നിങ്ങൾക്ക് വാട്സപ്പ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നിങ്ങളുടെ വാട്സപ്പിൻ്റെ നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേരും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം ഞങ്ങൾക്ക് എഴുതി അറിയിക്കുക. ഈ യൂട്യൂബ് ചാനൽ കണ്ടതിന് ശേഷം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഉറപ്പായും പ്രാർത്ഥിക്കുന്നതായിരിക്കും. നിങ്ങളുടെ പേര്, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം, നിങ്ങളുടെ കുടുംബത്തിനോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാലും മതി. ഞങ്ങൾ ആ വിഷയങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കും. വി ആർ സെറ്റിൽ. ഞങ്ങൾ ബാംഗ്ലൂരിലാണ് ഇപ്പോൾ ഞങ്ങളുടെ സഭയായിരിക്കുന്നത്. ബ്ലെസ്സിങ്സ് അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചാണ്. ബാംഗ്ലൂർ കൊത്തനൂർ എന്നൊരു സ്ഥലത്താണ്. കർത്താവിൻ്റെ കൃപയിൽ ഞങ്ങൾ സഭയിലാക്കി ദൈവമക്കൾ പ്രത്യേകമായി ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. വി ആർ ഓൾസോ പ്രേ ഫോർ യു. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാം. പ്രാർത്ഥന ഏകാഗ്രതയുള്ളവരായിരിക്കാം, ലക്ഷ്യമുള്ളവരായിരിക്കാം. വലിയവരായ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. താഴെ കാണുന്ന ഫോൺ നമ്പറിലോ താഴെ കാണുന്ന അക്കൗണ്ട് നമ്പറിലോ നിങ്ങൾക്ക് എന്തെങ്കിലും നന്മ എവിടെ എന്തെങ്കിലും അയച്ചു തരാൻ താല്പര്യമുണ്ടെങ്കിൽ പ്ലീസ് ഗോ ഹെഡ്. കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി, വേലയ്ക്ക് വേണ്ടി അത് പ്രയോജനമായി തീരും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാട്ടെ. വിതയ്ക്കുവിൻ. കർത്താവ് നിങ്ങൾക്ക് ഒരുപാട് കൊയ്യുവാൻ കൃപ നൽകുമാറിടയായി തീരും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഒരു നിമിഷം കൂടെ പ്രാർത്ഥിക്കും. കർത്താവേ, ഈ പകലെന്നെ
ശ്രമിച്ച സകല ജനത്തിനായി സ്തോത്രം. അവരുടെ കരങ്ങളിൽ എടുത്തിരിക്കുന്ന എല്ലാ നന്മകൾക്കായി സ്തോത്രം, എല്ലാ ഡിസിഷനായി സ്തോത്രം. അവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതകാലം മുഴുവൻ ഈ ബ്ലെസ്സിങ് അവരുടെ തലമേൽ കിടക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. ഇൻ ജീസസ് നെയിം വി പ്രേ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു ഫോർ വാച്ചിങ് us. ഇൻ ജീസസ് നെയിം വി ബ്ലസ് യു. ആമേൻ.